കഥ തുടരുന്നു. ജഗദീഷിൻ്റെ മകൾ അമൃത ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി. തീർത്ഥയുടെ കളിക്കൂട്ടുകാരിയായിരുന്നു അവൾ. പഠിക്കുവാൻ ഏറെ ആഗ്രഹമുണ്ടായിരുന്നിട്ടും കുടുംബത്തിൻ്റെ യാഥാസ്ഥിതിക ചിന്താഗതി അവളുടെ സ്വപ്നങ്ങൾക്ക് കടിഞ്ഞാണിട്ടു. ജഗദീഷ് രത്തംപൂറിലെ എണ്ണ വ്യാപാരിയാണ്. പെൺകുട്ടികളോട് അയാൾക്കെന്നും വെറുപ്പായിരുന്നു. കഴിവുകെട്ട ഇരുകാലികളെന്ന് അയാൾ മുഴുവൻ സ്ത്രീ സമൂഹത്തെയും വിളിച്ചു. ഒരാൺകുഞ്ഞിന് വേണ്ടിയുള്ള അയാളുടെ കാത്തിരിപ്പ് അവസാനിച്ചത് ഭാര്യ ഗുജ്ജൻ്റെ മരണത്തോടെയാണ്. 6 പെൺകുഞ്ഞുങ്ങളുടെ മരണത്തിന് ശേഷമാണ് അമൃതയുടെ ജനനം. ഗുജറോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ് അമൃതയെ അയാൾ ഏറ്റെടുത്തത്. ഉറക്കെ ചിരിക്കാനോ കളി പറയാനോ ജഗദീഷ് അമൃതയെ അനുവദിച്ചില്ല. തൻ്റെ ബാല്യകൗമാരങ്ങൾ ഏകാന്തതയുടെ തടവറയിൽ അവൾ ഹോമിച്ചു. ഏക ആശ്വാസം തീർത്ഥയായിരുന്നു. ബൻസാലെ കുടുംബത്തോടുള്ള കടപ്പാടൊന്നുകൊണ്ട് മാത്രമാണ് തീർത്ഥയ്ക്ക് ജഗദീഷിൻ്റെ വീട്ടിലേക്ക് പ്രവേശിക്കുവാൻ അനുവാദം ലഭിച്ചത്. അതുവരെയും ഉണ്ടായിരുന്ന നിരാശകളിൽ നിന്നും മോചിതയാവാൻ അവൾക്ക് സാധിച്ചത് തന്നെ തീർത്ഥയുടെ കടന്നുവരവിന് ശേഷമായിരുന്നു. എഴുത്തും വായനയും ശീലമാക്കിയതോടെ അമൃതയുടെ സ്വപ്നങ്ങളിലും വർണ്ണം നിറഞ്ഞു. പട്ടണത്തിൽ നിന്നും തീർത്ഥ വാങ്ങി നൽകിയ പുസ്തകത്തിൽ നിന്നും ചിത്രവായനയും അവൾ പഠിച്ചു. വീടിൻ്റെ ചുമരുകൾ ചിത്രങ്ങൾ വരച്ച് അവൾ കൂടുതൽ സുന്ദരമാക്കി. ജഗദീഷ് ആദ്യം അതിനെ എതിർത്തു. എങ്കിലും അവളുടെ കഴിവുകളെ കാണാതെ പോകുവാൻ അയാൾക്കെന്തോ കഴിഞ്ഞില്ല. തീർത്ഥയുടെ പട്ടണങ്ങളിലേക്കുള്ള മടക്കം അമൃതയെ വീണ്ടും ഒറ്റപ്പെടുത്തി. ജഗദീഷും അത് ആഗ്രഹിച്ചിരുന്നു. ബൻസാലെ കുടുംബത്തിൻ്റെ സഹായങ്ങളെ നന്ദിപൂർവ്വം ഓർക്കുന്നുവെങ്കിലും തീർത്ഥയുടെ പട്ടണത്തിലേക്കുള്ള യാത്ര അയാളിലും വെറുപ്പുളവാക്കി. തീർത്ഥയുടെ ഡൽഹിയിലേക്കുള്ള മടക്കത്തിന് ശേഷം അവൾ വീണ്ടും ഏകാന്തതയിലായി. കരഞ്ഞു തളർന്ന മകളോട് ജഗദീഷ് ശബ്ദം ഉയർത്തി ചോദിച്ചു, എന്തിനാണ് പെൺകുട്ടികൾ പഠിക്കുന്നത്? കൊല മുടിക്കാനോ? അല്ലെങ്കിൽ തന്നെ അവൾ ഇവിടെ നിന്നും പോയത് തന്നെ ഒരു അനുഗ്രഹമാണ്. അതിൻ്റെ ഇടയിലാണ് നിന്റെ ഒരു കള്ളക്കണ്ണീര്. അമൃതയ്ക്ക് മറുപടി പറയാൻ 1000 ആശയങ്ങളുണ്ടായിരുന്നു. പക്ഷേ വാക്കുകൾക്ക് കടിഞ്ഞാണിട്ട് അവൾ തന്നിലേക്ക് തന്നെ ഒതുങ്ങിക്കൂടി. 14-ാം വയസ്സിൽ തന്നെ ജഗദീഷ് അമൃതയുടെ വിവാഹം നടത്തി. തൻ്റെ കർത്തവ്യങ്ങളെല്ലാം പൂർണ്ണമാക്കിയ സംതൃപ്തിയായിരുന്നു ജഗദീഷിൻ്റെ മുഖത്ത്. വിവാഹത്തോട് എതിർപ്പുണ്ടായിരുന്നിട്ടും അച്ഛനോടുള്ള ഭയം കാരണം അവൾ മൗനം പാലിച്ചു. വിഭാര്യനായ ചന്ദേലിൻ്റെ ഭാര്യ പദവിയിലേക്കുള്ള അമൃതയുടെ യാത്ര അവളുടെ മനസ്സിൻ്റെ മുറിവിനെ വീണ്ടും വ്രണപ്പെടുത്തിക്കൊണ്ടിരുന്നു. മുഖത്തെ വലിയ വസൂരിക്കലയും പെരുമാറ്റത്തിലെ കാർക്കശ്യവും അമൃതയെ എപ്പോഴും ഭയപ്പെടുത്തി. വിധി എന്ന അഗ്നിചൂളയിലേക്ക് തങ്ങളുടെ ജീവിതത്തെ കുരുത്തി കൊടുക്കുന്ന രത്തംപൂറിലെ മറ്റുള്ള സ്ത്രീകളിൽ ഒരുവളായി മാറ്റപ്പെട്ടു. തൊട്ടിലിൽ ഉറങ്ങിക്കിടന്ന മകളെ നോക്കി ആത്മസംതൃപ്തിയോടെ അമൃത പുഞ്ചിരിച്ചു. മോണക്കാട്ടിയുള്ള ആ ചിരിയിൽ അവൾ ഈ ലോകത്തെ തന്നെ മറക്കാൻ പഠിച്ചു. എന്നാൽ ചന്ദേലും കുടുംബവും ആ കുഞ്ഞ് തങ്ങളുടെ ജീവിതത്തിലെ എല്ലാം പരാജയങ്ങളുടെ ഐശ്വര്യക്കേടായി ചിത്രീകരിക്കപ്പെട്ടു. ഉച്ചമയക്കത്തിലായിരുന്നു അമൃത. കുഞ്ഞിൻ്റെ നിർത്താതെയുള്ള കരച്ചിൽ കേട്ട് തൊട്ടിലിനരികിലേക്ക് അവൾ ഓടിയെത്തി. പിഞ്ചുകാലുകൾ നിലത്തടിച്ച് മരണത്തിലേക്ക് യാത്രയാകുവാൻ ഒരുങ്ങുകയായിരുന്നു അവളപ്പോൾ. കുഞ്ഞു ചുണ്ടിൽ നിന്നും ഒഴുകിയിറങ്ങിയ പത തുളച്ചു മാറ്റുന്നതിനിടയിൽ തൻ്റെ മാറിലേക്ക് ഒലിച്ചിറങ്ങിയ രൂക്ഷഗന്ധമുള്ള പച്ചിലച്ചാറ് അമൃത തിരിച്ചറിഞ്ഞു. തൻ്റെ മകൾ കൊല്ലപ്പെട്ടിരിക്കുന്നു. ഇനിയൊരിക്കലും അവൾ തിരിച്ചു വരികയില്ല. മകളുടെ ശരീരത്തെ കെട്ടിപ്പുണർന്ന് അവൾ ഉറക്കെ കരഞ്ഞു. അത് കാണാതെ ചന്തയിലും കുടുംബവും ആ കൂറ്റൻ ബംഗ്ലാവിൻ്റെ അന്ധതയിൽ എവിടെയോ മറഞ്ഞു. നാദുവാണ് തീർത്ഥയെ അമൃതയുടെ കുഞ്ഞിൻ്റെ മരണവാർത്ത അറിയിച്ചത്. അപ്പോൾ തന്നെ അവനും ഒന്നിച്ച് തീർത്ഥ അവളുടെ വീട്ടിലേക്ക് യാത്രയായി. കരഞ്ഞു തളർന്ന അമൃതയെ ആശ്വസിപ്പിക്കാൻ തീർത്ഥ ശ്രമിച്ചെങ്കിലും ആ മാതൃഹൃദയത്തിൻ്റെ നൊമ്പരം ശമിക്കാതെ ഒരു അഗ്നിഗോളമായി ആ ബംഗ്ലാവിൻ്റെ ഉള്ളിൽ പൊട്ടിത്തകരുവാൻ വെമ്പി നിന്നു. തീർത്ഥ എല്ലാം അറിയുന്നുണ്ടായിരുന്നു. അമൃതയുടെ കണ്ണിലെ നിസ്സഹായത, അവളുടെ ഭർതൃസ്നേഹം. ഒരു വലിയ സത്യത്തെ മൂടിവയ്ക്കുവാൻ തീർത്ഥ സരസ്വതിയെ നിർബന്ധിതയാക്കി. നാദുവിനോടൊപ്പമുള്ള മടക്കയാത്രയിൽ തീർത്ഥയുടെ ചിന്ത അമൃതയെക്കുറിച്ചായിരുന്നു. വിലക്കുകളുടെ തടവറയിൽ ഏകാഗിയായി കഴിഞ്ഞിട്ടും ആത്മാഭിമാനം നിറയ്ക്കാത്ത ഹൃദയവുമായി അവളുടെ ജീവിതം എത്ര നാൾ വരെ? ഇന്ന് തീർത്ഥയുടെ സ്കൂളിൽ ക്ലാസ് തുടങ്ങുകയാണ്. ചേതനും കൗസല്യയും എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുത്തുകൊണ്ട് അവിടെയുണ്ട്. പൂജാരി ഹോമകുണ്ടത്തിൽ തീ പകർന്നു. മന്ത്രോച്ചാരണങ്ങൾ ഉയർന്നു. കുട്ടികൾ ഓരോരുത്തരായി വന്നു തുടങ്ങി. ഗൗതമും യോഗേശ്വറും ഗ്രാമത്തിലുള്ള മറ്റുള്ള യുവാക്കളും എല്ലാം ചേർന്ന് ഭക്ഷണം ക്രമീകരിക്കുന്നതിൻ്റെ തിരക്കിലാണ്. എല്ലാ തിരക്കുകളിൽ നിന്നും മാറി തീർത്ഥയിരുന്നു. അവളുടെ ഹൃദയത്തിൽ തൻ്റെ വലിയൊരു ലക്ഷ്യം സാക്ഷാത്കരിച്ചതിൻ്റെ സംതൃപ്തിയും സന്തോഷവും ഉണ്ടായിരുന്നു. തന്നിലൂടെ ഒരു നല്ല തുടക്കം രത്തംപൂറിനുണ്ടാകുവാൻ എന്നും അവൾ ആഗ്രഹിച്ചിരുന്നു. സ്കൂൾ എന്ന ഒരാശയം അവളുടെ മനസ്സിൽ ഒരിക്കലും ഉണ്ടായിരുന്നില്ല. ഡൽഹിയിലെ ഒരു തണുത്ത പ്രഭാതത്തിൽ നിരഞ്ജനൊപ്പം നടക്കാനിറങ്ങിയപ്പോൾ അയാളിൽ നിന്നും ആ ആശയം അവളിലേക്ക് എത്തിച്ചേർന്നത്. ഇന്ന് തന്നെ പോലെ തന്നെ ഈ സ്കൂളിൻ്റെ പ്രവർത്തനത്തിൽ നിരഞ്ജനം ഉണ്ടാവേണ്ടതായിരുന്നു. എന്നാൽ ഗ്രാമത്തിൻ്റെ വിലക്കു കാരണം പുറത്തു നിന്നുള്ള ഒരാൾ എന്ന നിലയിൽ അയാൾക്കിവിടെ എത്തിച്ചേരാനാവില്ല. തീർത്ഥയുടെ കണ്ണുകൾ നിറഞ്ഞു. നിരഞ്ജൻ തനിക്ക് ആരെന്ന് ആ ഒരു നിർവചനം ഇതുവരെയും മനസ്സ് നൽകിയിട്ടില്ല. തൻ്റെ ജീവിതത്തിൽ നിന്നും മാറ്റി നിർത്താനാവാത്ത ഒരാൾ, തനിക്ക് അത്രമേൽ പ്രിയപ്പെട്ട ഒരാൾ മതി. അതിൽ കൂടുതൽ നിർവചനമൊന്നും താൻ ആഗ്രഹിക്കുകയില്ല. എന്താണ് മാഡം, തനിച്ചിരുന്നൊരു ആലോചന? ഒരു കള്ളച്ചിരിയോടെ ഗൗതം അടുക്കലേക്ക് വന്നു.
ഒന്നുമില്ല, വെറുതെ ഒന്നുമല്ല, ആരെയോ നനച്ചിരുന്നതാവാം. പ്രിയേ, നീ? ഗൗതം കവിത പോലെ പറഞ്ഞു നിർത്തി. പിന്നെ നനച്ചിരുന്നു, ഒന്ന് പോയേ. തീർത്ത പരിഭവത്തോടെ ഗൗതമിനെ നോക്കി. ഗൗതം തീർത്തയെ കളിയാക്കി ചിരിച്ചുകൊണ്ട് സ്കൂളിലേക്ക് നടന്നു. തീർത്തയുടെ ഹൃദയം അപ്പോഴും എന്തിനോ വേണ്ടി പിടയുന്നുണ്ടായിരുന്നു. നിഗൂഢമായ അർത്ഥങ്ങളാണല്ലോ പ്രണയത്തിന്റെ ഭാഷയ്ക്ക് എപ്പോഴും ഉള്ളത്. ഉച്ചമയക്കത്തിലായിരുന്നു തീർത്ത. പഠനത്തിൽ നിന്നും മടങ്ങിയെത്തിയതിന് ശേഷം പനിയുടെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയതാണ്. ക്ഷീണം കാരണം സ്കൂളിൽ പോകുവാൻ അന്ന് ഒരു ഉത്സാഹവും തോന്നിയിരുന്നില്ല. തീർത്തയ്ക്ക് പകരം കുട്ടികൾക്ക് അന്നേ ദിവസം ക്ലാസ് എടുത്തത് യോഗേശ്വറാണ്. പട്ടണത്തിലെ ജോലിത്തിരക്കിനിടയിലും തീർത്തയ്ക്ക് വേണ്ടി മാത്രമാണ് 3 ദിവസത്തേക്ക് അവധിയെടുത്തത്. രത്തംപൂറിലേക്ക് അവൻ എത്തിയത്. മോളെ, മോളെ! കൗസല്യാദേവിയുടെ വിളി ഉയർന്നു. മങ്ങിയ കണ്ണോടെ തീർത്ത വാതിൽ തുറന്നു. പരിഭ്രാന്തിയോടെ മുമ്പിൽ അമ്മ. തീർത്തയുടെ മനസ്സിൽ അപകടമായ ഭയം ഉണർന്നു. എന്താണമ്മേ, എന്താ? ആകെ ഒരു വെല്ലായ്മ പോലെ. കൗസല്യദേവിയുടെ ശബ്ദം വിറക്കൊണ്ടിരുന്നു. മോളെ, ഒന്ന് വേഗം വരൂ, നമ്മുടെ സ്കൂളിന് ആരോ തീ വെച്ചിരിക്കുന്നു. തീർത്തയുടെ മനസ്സ് ശൂന്യമായി. കണ്ണുകളിൽ ഇരുട്ട് കയറി. താഴെ വീഴാതിരിക്കുവാൻ അവൾ ഭിത്തിമേൽ പിടിച്ചു നിന്നു. കൗസല്യാദേവി അപ്പോഴും കരയുകയായിരുന്നു. തീർത്ത സ്കൂൾ നിൽക്കുന്ന ഭാഗത്തേക്ക് നോക്കി. വമിക്കുന്ന പുകപടലവും കരിഞ്ഞ മാംസത്തിന്റെ ഗന്ധവും അവളെ വീണ്ടും തളർത്തി. തീർത്ത പ്രയാസപ്പെട്ട് അവിടേക്ക് നടന്നു. ഗ്രാമത്തിലെ മുഴുവൻ ആളുകളും അവിടെയുണ്ട്. കുറേ ആളുകൾ തീ അണയ്ക്കാൻ ശ്രമിക്കുന്നു. നിരത്തിയിട്ടിരുന്ന മൃതദേഹങ്ങൾ നോക്കുന്തോറും അവളുടെ ഹൃദയം നൊന്തുപിടഞ്ഞു. ആ കൂട്ടത്തിൽ യോഗേശ്വരന്റെ പൊള്ളലേറ്റ ശരീരവും ഉണ്ടായിരുന്നു. അവൾ ആ ശരീരത്തിന്റെ അടുത്തേക്ക് നീങ്ങി. നന്നായി പൊള്ളലേറ്റിരുന്നെങ്കിലും ആ ശരീരത്തിൽ അപ്പോഴും ജീവൻ തുടിക്കുന്നുണ്ടായിരുന്നു. യോഗേശ്വർ! തീർത്ത വിളിച്ചു. അവൻ പ്രാണം പിടയുന്ന വേദനയിലും തീർത്തയെ തിരിച്ചറിഞ്ഞിരിക്കുന്നു. എനിക്കൊന്നിനും കഴിഞ്ഞില്ല തീർത്തേ, നീ എന്നോട് ക്ഷമിക്കില്ലേ? യോഗേശ്വരന്റെ ചുണ്ടുകൾ കോടി. ശ്വാസം നിലച്ചു. വിശ്വസിക്കാനാകാതെ തീർത്ത വീണ്ടും വീണ്ടും അവനെ വിളിച്ചു. നിരത്തിയിട്ടിരിക്കുന്ന കുട്ടികളുടെ മൃതദേഹത്തിനരികെ ഒരു അലർച്ചയോടെ തീർത്ത നിന്നു. അമ്മമാർ കരയുകയാണ്. അതൊരു കണ്ണീരല്ല, കടലാണ്. ആ സങ്കടക്കല്ലിലെ കൂറ്റൻ തിരമാലകൾക്കടിയിൽപ്പെട്ട് തീർത്ത ആടി ഉലയുകയായിരുന്നു. അവൾ ചുറ്റും നോക്കി. ശാപവചനങ്ങൾ ഓരോ തീപ്പന്തം പോലെ തന്നെ എരിയുകയാണ്. അന്ധകാരത്തിന്റെ ഇരുട്ടറയിൽ നിന്നും വെളിച്ചത്തിന്റെ ലോകത്തിലേക്ക് പറക്കാൻ കൊതിച്ചവരെ താനാണ് മരണത്തിന്റെ കയത്തിലേക്ക് തള്ളിവിട്ടത്. അവളുടെ ഹൃദയത്തിലെ വേദനകൾ മാഞ്ഞു. കണ്ണുകളിൽ അഗ്നിയെരിഞ്ഞു. അധികാരിയുടെ മാളികയിൽ നിന്ന് അന്ന് ഒരു മദ്യസൽക്കാരം നടന്നു. പൊട്ടിച്ചിരികളും ആർപ്പൂളികളും ഉണർന്നു. അരൂപ് മദ്യലഹരിയിൽ പറഞ്ഞു തുടങ്ങി. ഇനി ആരും നമുക്ക് നേരെ വരില്ല. വരുന്നവർക്കെല്ലാം ഒരു പാഠമായിരിക്കും ഇത്. പാടത്തുഴാനും മെതിക്കാനും ഉള്ളവനൊക്കെ പഠിക്കാൻ പോയിരിക്കുന്നു. അവളില്ലേ, പെൻസാലെ കുടുംബത്തിലെ ഇളമുറക്കാരി, അവളാണ് ഇതിൻ്റെയൊക്കെ ആണിക്കല്ല്. ആ തെണ്ടി പിള്ളേരോടൊപ്പം കത്തിച്ചു കളയാനിരുന്ന അവളെയും ഞാൻ. പക്ഷേ എൻ്റെ കണക്കുകൂട്ടലെല്ലാം തെറ്റി. അവൾക്ക് പകരം അവളുടെ കൂട്ടുകാരൻ. കൗശിക് ഉത്സാഹത്തോടെ പറഞ്ഞു. അങ്ങ് കാണണമായിരുന്നു അവളുടെ നിലവിളി. ഇനി എന്തായാലും അവൾ നമുക്ക് നേരെ വരില്ല. അത് ഇന്നത്തോടെ എനിക്ക് ബോധ്യമായി. അരൂപ് ആഹ്ലാദത്തോടെ പൊട്ടിച്ചിരിച്ചു. ആ ചിരി രത്തംപൂറിലെ കണ്ണീർ കടലിലേക്ക് ആഴ്ന്നിറങ്ങി. കർഷകരെല്ലാം സംഘടിച്ചു. തങ്ങൾക്ക് നഷ്ടമായത് ഓമനിച്ചു വളർത്തിയ മക്കളെയാണ്, തങ്ങളുടെ സ്വപ്നങ്ങളാണ്. അവരെല്ലാം ഒരു തീരുമാനത്തിലെത്തി. സ്ത്രീകളും കുട്ടികളും അടക്കം എല്ലാവരും അധികാരിയുടെ ബംഗ്ലാവിലേക്ക് നീങ്ങി. വർഷങ്ങളോളം തങ്ങളോട് കാട്ടിയ അവഗണനയും പരിഹാസവും അവരുടെ ഹൃദയത്തിൽ മുഴങ്ങി. ക്ഷീണത ആയിരുന്നു എങ്കിലും തീർത്ത സരസ്വതിയും ഗൗതമും അവരോടൊപ്പം ചേർന്നു. എല്ലാവരും അരൂപ് അധികാരിയുടെ ബംഗ്ലാവിന്റെ മുറ്റത്ത് തടിച്ചുകൂടി. കൗശിക് വേഗം തന്നെ വിവരം അരൂപിനെ അറിയിച്ചു. അരൂപ് ദേഷ്യത്തോടെ പുറത്തേക്കിറങ്ങി വന്നു. പറയൂ, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? തീർത്ത സരസ്വതി അരൂപിന്റെ നേർക്ക് വന്നു നിന്നു. നീതി, അതാണ് അവർക്ക് വേണ്ടത്. നീതിയോ? കൊള്ളാം. ഈ താഴ്ന്ന വർഗത്തിനു വേണ്ടി പറയാൻ ഇവരൊക്കെ നിന്നെയാണോ തീർത്ഥം നിയോഗിച്ചിരിക്കുന്നത്? അതെ, സംശയമെന്താ? നിങ്ങൾക്കാണല്ലോ ഉയർന്നവരും താഴ്ന്നവരുമൊക്കെ. എനിക്കിവരെല്ലാം മനുഷ്യരാണ്. കൊള്ളാം നിന്റെ വാചക കസർത്ത്. പട്ടണത്തിൽ പോയി പഠിച്ചതിൻ്റെ അഹങ്കാരമൊന്നും ഇവിടെ വേണ്ട. വിളിച്ചുകൊണ്ട് പോയിക്കോണം ഇതിനെയൊക്കെ. പോകുവാൻ തന്നെയാണ് ഞങ്ങൾ വന്നത്. പക്ഷേ ഞങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള കൃത്യമായ ഒരു ഉത്തരം നിങ്ങൾ ഇന്ന് തന്നേ പറ്റൂ. എന്തിനാണ് ആ പാവം കുഞ്ഞുങ്ങളെ നിങ്ങൾ ചുട്ടരിച്ചു കൊന്നത്? അവർ നിങ്ങളോട് എന്ത് തെറ്റാണ് ചെയ്തത്? തെറ്റ് അതല്ലേ നിനക്കറിയേണ്ടത്? ജന്മം കൊണ്ട് ചണ്ടാളരായ ഈ നീചവർഗമൊക്കെ എന്തിനാണ് ഉയരാൻ ആഗ്രഹിച്ചത്? അതൊരു തെറ്റല്ലേ? അല്ലേന്ന് അരൂപ് അട്ടഹസിക്കുകയായിരുന്നു. ചണ്ടാളർ പോലും? ആരാടോ ചണ്ടാളർ? ഒരു കൊച്ചു കുഞ്ഞിനോട് പോലും കരുണ കാണിക്കാതെ താനാണ് ആ പദത്തിന് ശരിക്കും അർഹൻ. ജന്മമല്ല, മറിച്ച് ഓരോ മനുഷ്യൻ്റെയും കർമ്മമാണ് അവൻ്റെ വർഗത്തെ നിശ്ചയിക്കുന്നത് തന്നെ. ഉച്ചനീചത്വങ്ങളെ മന്ത്രം പോലെ ചൊല്ലി നടക്കാൻ നിങ്ങൾക്കൊരു ലജ്ജയുമില്ലേ? തീർത്തയുടെ സ്വരം ഇടറുന്നുണ്ടായിരുന്നു. അവൾ തുടർന്നു. ഓർമ്മയിൽ ഇരുന്നോളൂ. അടിച്ചമർത്തപ്പെട്ട ഒരു വർഗത്തിന്റെ ശക്തി എന്താണെന്ന് കാലം നിങ്ങൾക്ക് കാണിച്ചു തന്നിരിക്കും. തീർത്ത സരസ്വതി കിതയ്ക്കുന്നുണ്ടായിരുന്നു. അസമത്വങ്ങളെ കുടിയിരുത്തുന്ന സാമുദായിക മേൽക്കോയ്മയ്ക്കെതിരെ കലിതുള്ളുകയായിരുന്നു അവൾ അപ്പോൾ. രത്തംപൂറിന് മുകളിൽ ഇരുട്ട് വട്ടമിട്ട് പറന്നു. തീർത്ത കർഷകരെയും കൂട്ടി മടങ്ങി. അരൂപിന്റെ പ്രതികാരം ഗ്രാമത്തിൽ അസ്വസ്ഥമായ അന്തരീക്ഷം നിലനിർത്തി. തൊട്ടടുത്ത ദിവസങ്ങൾ ദുരന്തങ്ങളുടെ തുടർക്കാഴ്ചകൾക്ക് ഗ്രാമം സാക്ഷിയായി.
അധികാരികളുടെ കൃഷിസ്ഥലങ്ങളിൽ കർഷകർക്ക് വിലക്ക് ഏർപ്പെടുത്തി. നാട്ടിലെങ്ങും അരൂപിൻ്റെ ആളുകൾ അക്രമം അഴിച്ചുവിട്ടു. വൃദ്ധരായ കർഷകരെ അടിമപ്പണി ചെയ്യിക്കുകയും സ്ത്രീകളെ വീടുകൾ തോറും കയറിയിറങ്ങി ആക്രമിക്കുകയും ചെയ്തു. എന്തു ചെയ്യണമെന്നറിയാതെ ആളുകൾ നിസ്സഹായരായി നിന്നു. പ്രതികരിക്കാനുള്ള ഊർജം അവരിൽ വറ്റിത്തുടങ്ങിയിരിക്കുന്നു. അവരുടെ ഉള്ളിൽ തങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ചേതനയേറ്റ മുഖം മാത്രമാണ്. തീർത്ഥയുടെ മനസ്സിൽ കുറ്റബോധത്തിൻ്റെ നാമ്പുകൾ പൊട്ടിമുളയ്ക്കപ്പെട്ടിരിക്കുന്നു. കുറച്ചു ദിവസം മാത്രമേ ആ കുട്ടികളുമായി ചെലവഴിക്കുവാൻ അവൾക്ക് കഴിഞ്ഞിരുന്നുള്ളൂ. എങ്കിലും നല്ലൊരു ആത്മബന്ധം അവർക്കിടയിൽ ശക്തമായി നിലനിന്നിരുന്നു. സന്തോഷത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും സുന്ദര നിമിഷങ്ങൾക്കിടയിൽ പാറിപ്പറന്ന ശലഭങ്ങളായിരുന്നു അവർ. സ്വപ്നങ്ങളാൽ അവരുടെ മാതാപിതാക്കൾ നെയ്തുകൂട്ടിയ പ്രതീക്ഷകളെയാണ് 4 ചുമരുകൾക്കിടയിൽ അഗ്നിഗോളങ്ങൾ വിഴുങ്ങി തകർത്തത്. തീർത്ഥയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. എന്നും തനിക്കൊരു തണലായിരുന്നു യോഗേശ്വർ എന്ന കളിക്കൂട്ടുകാരൻ. അവൻ്റെ ചിരിയും കളികളും പാതി വെച്ചുപോയ സ്വപ്നങ്ങളും തീർത്ഥയുടെ ഹൃദയത്തെ നൊമ്പരപ്പെടുത്തിക്കൊണ്ടിരുന്നു. തകർന്നു വീഴുവാനാകില്ല. നഷ്ടങ്ങൾ കണ്ണീർ ചാലുകളായി ഒഴുകാൻ തുടങ്ങിയിരിക്കുന്നു. പരാജയപ്പെട്ട് മടങ്ങിപ്പോകുവാൻ തനിക്ക് ഒരിടവുമില്ല. രത്തംബോറിൻ്റെ വെളിച്ചത്തിനായി എരിഞ്ഞു തീർക്കപ്പെട്ടവർക്കായി ഒരു ആത്മശാന്തിക്ക് എന്നോണം തൻ്റെ മനസ്സിനെ ശക്തിപ്പെടുത്തിയേ മതിയാവൂ. പ്രതികരിക്കേണ്ടത് ഒരു വ്യക്തിയോടല്ല, മറിച്ച് ഒരു മുഴുവൻ വ്യവസ്ഥിതിയോടെയാണ്. തീർത്ത ഉറച്ച മനസ്സുമായി ഉറങ്ങാൻ കിടന്നു. രത്തംബോറിൻ്റെ മേൽ വെളിച്ചത്തിനായി കൊതിച്ചുകൊണ്ട് ഒരു നക്ഷത്രം അപ്പോഴും ആകാശത്ത് മിന്നിത്തിളങ്ങുന്നുണ്ടായിരുന്നു. ചേതനും തീർത്ഥയും ഗ്രാമത്തിൽ അടുത്തിടെ നടന്ന സംഭവങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുകയായിരുന്നു. മുറിവുകളിൽ രക്തം ചീന്തുകയാണ്. മനസ്സിൻ്റെ വേദന ശരീരത്തെ ആകെ തളർത്തുന്നത് പോലെ അവൾക്ക് തോന്നി. ചേതന് തീർത്ഥയുടെ മനസ്സിൻ്റെ അസ്വസ്ഥതകളെ വളരെ വേഗം തന്നെ മനസ്സിലായി. ഇനി എന്തും വരട്ടെ, അതൊക്കെ നേരിടാൻ നമ്മൾ മനസ്സിനെ പാകപ്പെടുത്തിയാൽ മതി. നീ ധൈര്യമായി ഇരിക്കുമോളെ. എന്തു വന്നാലും അച്ഛനില്ലേ നിന്റെ കൂടെ? തീർത്ഥ മൗനമായി അച്ഛൻ്റെ വാക്കുകളെ ശ്രവിച്ചിരുന്നു. പുറത്തെ ബഹളം കേട്ടുകൊണ്ട് ചേതനും തീർത്ഥയും താഴേക്ക് വന്നു. 3 പെൺകുട്ടികൾ ഭയചകിതരായി അവരെയും കാത്ത് ഉമ്മറത്ത് നിൽപ്പുണ്ടായിരുന്നു. എന്തുപറ്റി എല്ലാവരും ഇങ്ങനെ ഭയന്നു നിൽക്കുന്നേ? ഞങ്ങളെ രക്ഷിക്കണം ദീദി. അധികാരിയുടെ ആളുകൾ ഞങ്ങൾക്ക് പിന്നാലെയുണ്ട്. അവന്മാർ ഞങ്ങളെ പിച്ചു ചീന്തും, പെൺകുട്ടികൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. തീർത്ഥ അവരെ തൻ്റെ അരികിലേക്ക് ചേർത്ത് നിർത്തി സമാധാനിപ്പിച്ചു. വിഷമിക്കാതെ, ഞാനും വരാൻ നിങ്ങളുടെ കൂടെ. അല്ലെങ്കിൽ തന്നെ ഇവന്മാരെയൊക്കെ നമ്മളെന്തിനു ഭയക്കണം? എന്തും വരട്ടെ, നടക്കു വേഗം. ഒന്ന് നിൽക്കൂ മോളെ, ചേതൻ പുറകിൽ നിന്നും വിളിച്ചു. അയാൾ മുറിയിൽ നിന്നും തൻ്റെ നീളൻ തോക്കുമായി തിരിച്ചു വന്നു. പട്ടണത്തിൽ നിന്നും വർഷങ്ങൾക്ക് മുമ്പ് വാങ്ങിയതാണ്. ഇടനേരങ്ങളിൽ ഉന്നം പരീക്ഷിക്കാൻ അയാളത് ഉപയോഗിക്കാറുണ്ട്. തീർത്ഥയെയും ഒരിക്കൽ തോക്ക് ഉപയോഗിക്കാൻ ചേതൻ പഠിപ്പിച്ചിരുന്നു. തീർത്ഥ അച്ഛൻ്റെ കയ്യിൽ നിന്ന് തോക്ക് വാങ്ങി ആ പെൺകുട്ടികളോടൊപ്പം നടന്നു നീങ്ങി. പ്രതീക്ഷിച്ചിരുന്നതുപോലെ വഴിയരികിൽ അരൂപിൻ്റെ ആളുകൾ നിൽപ്പുണ്ടായിരുന്നു. അതിലൊരുവൻ തീർത്ഥയുടെ മുമ്പിലേക്ക് എടുത്തു ചാടി. അനങ്ങിപ്പോകരുത്, കാഞ്ചിയൊന്ന് വലിച്ചാൽ തീരാവുന്ന ശൗര്യമേ ഉള്ളൂ നിനക്കൊക്കെ. അവനൊന്ന് പരിങ്ങി. കൈകളിൽ ആയുധങ്ങളൊന്നുമില്ല. ഭയത്തോടെ അവൻ കൂട്ടുകാരനോടൊപ്പം ഇരുളിൽ എവിടെയോ മറഞ്ഞു. പെൺകുട്ടികൾ നന്ദിപൂർവ്വം തീർത്ഥയെ നോക്കി. അവരുടെ കണ്ണുകളിൽ നീർ പൊടിഞ്ഞിരുന്നു. അല്ലെങ്കിൽ തന്നെ ഇവന്മാരെയൊക്കെ എന്തിനു ഭയക്കണം? കരയാനല്ല, പോരാടാനാണ് നിങ്ങൾ പഠിക്കേണ്ടത്. അതെ ദീദി, ഇതുവരെ ഞങ്ങൾ ക്ഷമിച്ചു. ഇനിമേലാൽ അവന്മാരുടെ കൈ ഞങ്ങളുടെ മേൽ ഉയരാതെ നോക്കിക്കൊള്ളാം. പെണ്ണിൻ്റെ ശക്തി എന്താണെന്ന് അധികം താമസിയാതെ മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് ഞങ്ങൾ. തീർത്ഥ സന്തോഷത്തോടെ അവരെ യാത്ര അയച്ച് വീട്ടിലേക്ക് നടന്നു. പല കുടുംബങ്ങളിൽ നിന്നും ഉയർന്ന നിലവിളികൾ അവളുടെ കണ്ണുകളെ അണിയിച്ചു. ഒരു തുണ്ട് ഭൂമിയോ അവകാശങ്ങളോ ഇല്ലാതെ എത്ര നാൾ ഇവർ ഈ മണ്ണിൽ കഴിയും? ദരിദ്രന് എന്നും ദരിദ്രനും പണമുള്ളവന് എന്നും പണമുള്ളവനുമാക്കി തീർക്കുന്ന ദൈവവിധിയെ അവൾ വെറുത്തു. വിദ്വേഷത്തിൻ്റെയും പകയുടെയും തീയിൽ കത്തിയെരിഞ്ഞത് ചിറകുമുളയ്ക്കാത്ത അനേകം കുഞ്ഞുങ്ങളുടെ സ്വപ്നങ്ങളായിരുന്നു. ജീവിച്ചു കൊതിത്തീരാത്ത അകന്നുപോയ പ്രിയ കൂട്ടുകാരനാണ്. എത്ര രക്തസാക്ഷികൾ കുന്നുകൂടിയിട്ടും തെളിയാത്തത് അധികാരിവർഗത്തിൻ്റെ മനസ്സാണ്. തീർത്ഥം നടക്കുകയായിരുന്നു. വിളക്കുകാലുകളിൽ ഇപ്പോൾ വെളിച്ചമില്ല. ഇരുട്ടിൽ തപ്പി തടയുമ്പോഴും അവളുടെ മനസ്സിൽ കനലെരിയുകയായിരുന്നു. ഗൗതം പുഴയുടെ വരത്ത് പല്ലവിക്കായി കാത്തിരുന്നു. അവൻ്റെ മനസ്സിലപ്പോൾ അസ്വസ്ഥമാണ്. ഊണിലും ഉറക്കത്തിലും യോഗേശ്വർ കൂടെയുണ്ടായിരുന്നു. അവൻ കൂടെയില്ലാതെ എന്ന സത്യത്തെ അംഗീകരിക്കാൻ പോലും ഇപ്പോഴും മനസ്സിനായിട്ടില്ല. തീർത്ഥ പറയുന്നതാണ് ശരി. ഈ വ്യവസ്ഥിതി മാറണം. എങ്കിൽ മാത്രമേ ആവർത്തനങ്ങളെ മായ്ക്കാൻ കഴിയുകയുള്ളൂ. സാബ്, പല്ലവി വിളിച്ചു. ഗൗതം തൻ്റെ ചിന്തകളിൽ നിന്നും ഉണർന്നു. കുറേ നേരമായി ഞാനിവിടെ വന്നിട്ട്. കാര്യമായ എന്തോ ചിന്തയിലാണെന്ന് തോന്നി. അതാ വിളിക്കാതിരുന്നത്. ഗൗതം മൂളി. എന്തു പറ്റി? സുഖമില്ലേ? പല്ലവി ഗൗതമിൻ്റെ നെറ്റിയിൽ കൈത്തലം ചേർത്തു. പനിയൊന്നുമില്ലല്ലോ, പിന്നെന്താ ഒരു വല്ലായ്മ പോലെ? ഗൗതമിൻ്റെ മുഖത്തെ സങ്കടം പല്ലവിയുടെ മനസ്സിനെ അസ്വസ്ഥമാക്കി. എൻ്റെ മനസ്സ് വല്ലാതെ അസ്വസ്ഥമാണ് പല്ലവി. ഇവിടെ നടക്കുന്ന ഓരോ ദുരന്തവും എനിക്ക് മരണതുല്യമാണ്. അല്ലെങ്കിൽ തന്നെ വല്ലാത്തൊരു കുറ്റബോധമാണ് എനിക്ക്. ആ കുഞ്ഞുങ്ങളുടെ കൂട്ടമരണത്തിന് ഞാനും ഉത്തരവാദിയായിരുന്നില്ലേ? എൻ്റെ യോഗേശ്വർ, പ്രാണനെ പോലെ ഞാൻ കൊണ്ടു നടന്ന എൻ്റെ കൂട്ടുകാരൻ, കത്തിയമരാൻ ഞാനും ഒരു കാരണമായില്ലേ? ഗൗതം വിതുമ്പുകയായിരുന്നു. പല്ലവി ഗൗതമിൻ്റെ തോളിൽ തട്ടി ആശ്വസിപ്പിച്ചു. അങ്ങ് ഇങ്ങനെ ചിന്തിക്കുന്നത് തന്നെ തെറ്റാണ്. നിങ്ങളെ 3 ആളും നല്ലൊരു ലക്ഷ്യത്തിനായില്ലേ ഇറങ്ങിത്തിരിച്ചത്?
പിന്നെ ആ ദുരന്തം അത് ദൈവത്തിൻ്റെ നീതികേടല്ലാതെ മറ്റെന്താ? അതിൽ നിങ്ങളെങ്ങനെ തെറ്റുകാരാകും? അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. എനിക്ക് എല്ലാ കാര്യവും അറിയാം. ആ ദുരന്തം അതെന്നെ വല്ലാതെ ഭയപ്പെടുത്തുന്നു. ഈ സമ്മർദ്ദങ്ങളൊന്നും താങ്ങാൻ എൻ്റെ മനസ്സിന് ആവുന്നില്ല. ഇവിടെ നിന്നും എങ്ങോട്ടെങ്കിലും ഓടിപ്പോയാലോ എന്ന് ആലോചിക്കുകയാണ് ഞാനിപ്പോൾ. എവിടെ ഓടിപ്പോകാൻ? പോയാൽ തന്നെ എവിടം വരെ പോകും? ഭീരുത്വം പറയാതെ ഒരു പെൺകുട്ടിയായ തീർത്ത കാണിക്കുന്ന ചങ്കുറപ്പ് പോലും അങ്ങേക്കില്ലല്ലോ, പല്ലവി പരിഭവത്തിൽ പറഞ്ഞു. അതെ, ഇനിയുള്ള എൻ്റെ ശ്രമങ്ങളെല്ലാം അതിനു വേണ്ടിയാണ്. ഇങ്ങനെ വേണം ചിന്തിക്കാൻ, അല്ലാതെ പോയതിനെ പറ്റി ചിന്തിച്ച് സങ്കടപ്പെട്ടിട്ട് എന്ത് കാര്യം? പല്ലവി, ഇപ്പോൾ ഗ്രാമത്തിൽ നിങ്ങൾക്കെതിരെയാണ് കൂടുതൽ ആക്രമണം നടക്കുന്നത്. അധികാരികളുടെ ആളുകൾ എന്ന് പറഞ്ഞു വരുന്നതിൽ കൂടുതൽ പുറം നാട്ടുകാരാണ്. ഞാനൊന്ന് ഉറങ്ങിയിട്ട് തന്നെ ദിവസങ്ങളായി. എൻ്റെ കാതുകളിൽ നിന്റെ നിലവിളിയാണ്, കണ്ണുകളിൽ നിന്റെ വാടിയ മുഖവും. ഞാൻ നിന്റെ ഒപ്പം ഉണ്ടായിരുന്നെങ്കിൽ എന്ത് നന്നായിരുന്നു, ഇല്ലേ? പല്ലവി ഗൗതത്തെ തൻ്റെ അരികിലേക്ക് ചേർത്ത് നിർത്തി. താങ്കൾ എൻ്റെ കൂടെ ഉണ്ടാവണമെന്ന് ഞാനെപ്പോഴും ആഗ്രഹിക്കാറുണ്ട്. പക്ഷേ പെണ്ണായി പിറന്നു പോയതുകൊണ്ട് ഒളിച്ചോടാനൊന്നും ഞാൻ തയ്യാറല്ല കേട്ടോ. എനിക്കറിയില്ലേ നിന്നെ, അങ്ങനെയാവണം ഈ രത്തം പോറിലെ ഓരോ പെണ്ണും. ഗൗതം പല്ലവിയുടെ നെറുകയിൽ ചുണ്ടമർത്തി. പൊടിക്കാറ്റ് വളരെ ശക്തിയിൽ വീശിക്കൊണ്ടിരുന്നു. നേർത്ത മൂടാപ്പിൽ അവർ ഇരുവരും നടന്നകലുന്നതും നോക്കി അപ്പോഴും രണ്ടു കണ്ണുകൾ കൗശലം ഒരുക്കുന്നുണ്ടായിരുന്നു. അരൂപിൻ്റെ ബംഗ്ലാവിൽ ഗ്രാമത്തിലെ പ്രധാനപ്പെട്ട വ്യക്തികൾ കൂടിയിരിക്കുകയാണ്. ചേതൻ്റെയും കുടുംബത്തിൻ്റെയും ഇടപെടലുകൾ തങ്ങൾക്ക് വരുത്തിയ മാനനഷ്ടത്തെക്കുറിച്ച് അവർ അരൂപിനോട് പരാതി പറഞ്ഞു. അരൂപ് പറഞ്ഞു തുടങ്ങി. നമ്മൾ ഭരിക്കാനായി ജനിച്ചു വീണവരാണ്. ഈ അധികാരം നമ്മൾക്കാർക്കും നൽകിയതല്ല. അതുകൊണ്ട് തന്നെ നമുക്കാരോടും കടപ്പാടുമില്ല, കടമയുമില്ല. ബെൻസാലെ കുടുംബം എന്നും നമുക്കെതിരായേ ചിന്തിച്ചിട്ടുള്ളൂ. ആ കുടുംബത്തിൽ നിന്ന് ഒരാൾ നമ്മുടെ കുലത്തെ മുടിക്കാൻ ശ്രമിച്ചാൽ ഒരു സ്നേഹബന്ധത്തിൻ്റെയും പരിഗണനയില്ലാതെ തന്നെ അവസാനിപ്പിക്കണം. അതിനുവേണ്ടിയാവണം ഇനിയുള്ള നമ്മുടെ ശ്രമങ്ങളെല്ലാം. താങ്കൾ പറയുന്നത് ശരിയാണ് അരൂപ്. പക്ഷേ നമ്മുടെ ചുറ്റുമുള്ള ഗ്രാമങ്ങളിൽ വലിയ കലാപങ്ങൾ ഉണ്ടാക്കിയാണ് കീഴാറുള്ളർ സ്വതന്ത്ര ചിന്താഗതിക്കാരായി വളർന്നത്. ഇവിടെയും അതിനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. തീർത്ത അല്ലെങ്കിൽ മറ്റൊരാൾ. എൻ്റെ അഭിപ്രായം ചേതനോട് ഈ കാര്യം എല്ലാം സംസാരിച്ച് ശരിയാക്കണമെന്നാണ്, ബൽവന്ത് പറഞ്ഞു. അയാൾ ഒരിക്കലും നമ്മുടെ വാക്കുകൾ കേൾക്കില്ല. സമുദായ സ്നേഹിയല്ല, ദ്രോഹിയാണ് അയാൾ. ബൽവന്ത്, നിങ്ങൾ യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതേ ഇല്ലല്ലോ. കഷ്ടം തന്നെ. വാക്കുതർക്കങ്ങൾ തുടർന്നുകൊണ്ടിരുന്നു. എല്ലാവരും ചേർന്ന് ചേതനെ കാണുവാൻ തീരുമാനിച്ചു. അരൂപ് മാത്രം എല്ലാ കാര്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിന്നു. ഉച്ചമയക്കത്തിലായിരുന്നു ചേതൻ. കാലിലെ വേദന കൂടി വരുന്നു. മരുന്നിൻ്റെ സഹായത്തോടെ നടക്കാൻ കഴിയുമെങ്കിലും കണ്ണുകളിൽ എപ്പോഴും ഒരു മയക്കം കാത്തുകിടന്നു. അധികാരികൾ കാണുവാനെത്തിയ വിവരം നാഥുവാണ് ചേതനെ അറിയിച്ചത്. ഊന്നുവടിയുടെ സഹായത്തോടെ കോണിപ്പടികൾ ഇറങ്ങി അയാൾ സ്വീകരണ മുറിയിലേക്ക് വന്നു. ബൽവന്ത് പറഞ്ഞു തുടങ്ങി. ചേതൻ, നമ്മളെല്ലാം ഒരു സമുദായക്കാരാണ്, കൂടാതെ ബന്ധുക്കളും. നമ്മൾ ഈ ഗ്രാമത്തിൻ്റെ അധിപന്മാരാണ്. ഇന്നീ കാണുന്ന സൗഭാഗ്യങ്ങളെല്ലാം നമ്മളുടെ മുത്തശ്ശന്മാർ പടവെട്ടിയുണ്ടാക്കിയതാണ്. അതെല്ലാമാണ് നിങ്ങളും കുടുംബവും കൂടി ഇല്ലാതാക്കി തീർക്കുന്നത്. എന്താണ് നിങ്ങളുടെ ഉദ്ദേശമെന്ന് ഇനിയെങ്കിലും വ്യക്തമാക്കണം. ബൽവന്ത്, ഞാൻ ഒരിക്കലും എൻ്റെ സമുദായത്തിന് എതിരല്ല. അതൊക്കെ നിങ്ങളുടെ തെറ്റിദ്ധാരണ മാത്രമാണ്. മാറിയ കാലത്തിനൊപ്പം സഞ്ചരിക്കാനുള്ള ഒരു മനസ്സ് എനിക്കുണ്ട്. പക്ഷേ നിങ്ങൾ ഇന്നും ആ പഴയ കാലഘട്ടത്തിൽ ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി ഇത്രയും വർഷങ്ങളായിട്ടും യാതൊരു മാറ്റവും ഇല്ലാത്തത് ഇവിടെ മാത്രമാണ്. അതെന്തേ നിങ്ങൾ ചിന്തിക്കാത്തത്? നോക്കൂ ചേതൻ, കാലം എത്ര മാറിയാലും മാറാത്തതാണ് മതവും ജാതിയുമൊക്കെ. വലിയ ആദർശമൊക്കെ ആർക്കു വേണമെങ്കിലും പറയാം. പക്ഷേ അത് ജീവിതത്തിൽ അതേപടി പകർത്തുവാൻ നിങ്ങൾക്കാകുമോ? ബൽവന്ത്, നിങ്ങളിനി എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ ചിന്താഗതികളിലൊന്നും ഒരു മാറ്റവും ഉണ്ടാകാൻ പോകുന്നില്ല. ബൽവന്ത് കുപിതനായി കസേരയിൽ നിന്നും ചാടി എണീറ്റു. ഒന്നോർത്തോളൂ ചേതൻ, ഇവിടെ നിങ്ങൾക്ക് ജീവിച്ചു പോകണമെങ്കിൽ ഞങ്ങളുടെ സഹായം കൂടിയേ തീരൂ. ചേതൻ ചിരിയോടെ ബൽവന്തിൻ്റെ കൈകളിൽ മുറുകെ പിടിച്ചു. ബൽവന്ത്, നിങ്ങൾ എന്നും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തായിരിക്കും. കാലം ഈ അധികാരത്തിൻ്റെ നൂലുകൾ ഒരിക്കൽ പൊട്ടിച്ചെറിയും. അന്ന് നീ തീർച്ചയായും എന്നെ മനസ്സിലാക്കും. ബൽവന്ത് അതിന് മറുപടി നൽകാതെ അധികാരികളുമായി പുറത്തേക്കിറങ്ങി. നേരം പുലർന്നതേ ഉണ്ടായിരുന്നുള്ളൂ. മഞ്ഞിൻ്റെ നേർത്ത പാടകളിൽ കുരുങ്ങി വെളിച്ചം മടിയോടെ മാറി നിന്നു. ബെൻസാലെ ബംഗ്ലാവിൻ്റെ മുറ്റത്ത് കൂടി നിന്ന സ്ത്രീകളുടെ കലമ്പലുകൾ കേട്ടാണ് തീർത്ത സരസ്വതി ഉറക്കമുണർന്നത്. അവൾ വേഗം മുറ്റത്തേക്ക് ഇറങ്ങിച്ചെന്നു. കൗസല്യാദേവി പുറകിൽ നിന്ന് വിളിച്ചു. എങ്കിലും അവൾ നിന്നില്ല. തീർത്തയുടെ മനസ്സ് കരുഷമായിരുന്നു. എന്താണ് ഇത്ര രാവിലെ എല്ലാവരും ഇവിടേക്ക് വന്നത്? വീണ്ടും അധികാരികളുടെ ആളുകൾ നിങ്ങളെ ശല്യം ചെയ്യാൻ ഇറങ്ങിയോ? ഇല്ല മോളെ, അന്നത്തെ ആ സംഭവത്തിന് ശേഷം അവരൊന്നും ആ വഴി വന്നിട്ടേയില്ല. പക്ഷേ അതിലും വലിയൊരു പ്രശ്നത്തിലാണ് ഞങ്ങളിപ്പോൾ. പ്രശ്നമോ? അതെ, ഇന്നലെ രാത്രി മുതൽ ഞങ്ങളുടെ പെൺകുട്ടികളെ കാണാനേയില്ല. ഈ ഗ്രാമം വിട്ട് മറ്റെങ്ങും അവർ പോകില്ല. മോളെ, ദയവായി നീ എങ്കിലും ഞങ്ങൾക്കൊരു സമാധാനം പറഞ്ഞു തരൂ. തീർത്തയുടെ മുഖം വിളറി. രാത്രിയിൽ കാണാതായിട്ട് ഇപ്പോഴാണോ നിങ്ങൾ ഈ കാര്യം പറയുന്നത്? എന്തൊരു മണ്ടത്തരമാണ് നിങ്ങൾ ഈ കാണിക്കുന്നത്? അതുമോളെ, ഞങ്ങൾ കൂട്ടത്തിൽ ഒരു സ്ത്രീ എന്തോ പറയുവാനായി മടിച്ചു നിന്നു. സത്യം പറയൂ, എന്താണ് ഇന്നലെ രാത്രിയിൽ സംഭവിച്ചത്?
അത് അത് സ്ത്രീകൾ എന്തിനെയോ ഭയക്കുന്നതായി തീർത്ഥയ്ക്ക് തോന്നി. നിങ്ങൾ കാര്യം എന്താണെന്ന് പറഞ്ഞാലേ എനിക്ക് അതിനോട് ഒരു പരിഹാരം കാണാൻ പറ്റൂ. തീർത്ഥയുടെ സ്വരം കനത്തിരുന്നു. ഇന്നലെ അധികാരിയുടെ മകൻ്റെ വിവാഹ നിശ്ചയ ചടങ്ങായിരുന്നില്ലേ? പട്ടണത്തിൽ നിന്ന് വരെ ആളുകൾ എത്തിയിട്ടുണ്ടായിരുന്നു. ഇന്നലെ ഉച്ചയോടടുത്ത് കുറച്ചാളുകൾ വീട്ടിൽ വന്നു. ആ വിരുന്നിന് ഞങ്ങളെയും ക്ഷണിച്ചിരുന്നു. തിരിച്ചു പോകാൻ നേരം കുറച്ച് പണവും തുണികളുമൊക്കെ നൽകി. ഞങ്ങളെല്ലാം അങ്ങോട്ട് പോകാനായി നിന്നപ്പോൾ അവരൊരു വലിയ വണ്ടിയിലെത്തി. ഞങ്ങളുടെ പെൺകുട്ടികളെ വലിച്ചിഴച്ചുകൊണ്ട് അങ്ങ് പോയി. സ്ത്രീകളുടെ വിതുമ്പൽ ഒരു നിലവിളി പോലെ മുഴങ്ങി നിന്നു. എന്തൊരു വലിയ തെറ്റാണ് നിങ്ങൾ ചെയ്തത്. ഇനി കരഞ്ഞിട്ട് നിലവിളിച്ചിട്ട് എന്ത് കാര്യമുള്ളത്? മോളെ, ഞങ്ങളുടെ കുട്ടികൾ, അവരെ എവിടെയാണെന്നെങ്കിലും ഒന്ന് അറിഞ്ഞാൽ മതി. ആ ദുഷ്ടന്മാർ അതുങ്ങളെ ഇനി കൊന്നു കാണുമോ? തീർത്ത മറുപടി പറയുവാൻ മടിച്ചു നിന്നു. ആ അമ്മമാരുടെ അജ്ഞതയാൽ തകർക്കപ്പെട്ടത് ആ പെൺകുട്ടികളുടെ ജീവിതമാണ്. തൻ്റെ സമാധാന വാക്കുകൾക്കപ്പുറം ആ പെൺകുട്ടികൾ കടന്നു ചെന്നിരിക്കുന്ന അന്ധകാരത്തിൻ്റെ വിസ്തൃതി എത്രത്തോളം ഉണ്ടെന്ന് തനിക്ക് ഊഹിക്കാൻ കഴിയുന്നതിനേക്കാൾ കൂടുതലാണ്. തീർത്ത അവരുടെ സങ്കടങ്ങളെ ശമിപ്പിക്കാൻ എന്നവണ്ണം അവരെയും കൂട്ടി അധികാരിയുടെ വീട്ടിലേക്ക് നടന്നു. തലേന്നത്തെ ആഘോഷങ്ങളുടെ അവശേഷിപ്പുകൾ അവിടെയുണ്ടായിരുന്നു. വലിയ കവാടത്തിൻ്റെ ഗേറ്റുകൾ മലർക്കെ തുറന്നു. തീർത്ത സരസ്വതി അരൂപിൻ്റെ ബംഗ്ലാവിലേക്ക് പ്രവേശിച്ചു. കൗശിക് ഓടി വന്ന് അവളെ തടഞ്ഞു. എന്തിനാ കുട്ടി നീ ഇങ്ങോട്ട് വന്നത്? നിനക്കറിഞ്ഞുകൂടെ ഇതൊരു അപകടം പിടിച്ച സ്ഥലമാണെന്ന്? തീർത്ത പരിഹാസത്തോടെ അയാളെ ഒന്ന് നോക്കി. നിങ്ങൾ എന്തിനാ എന്നെ തടയുന്നേ? അയാളെ ഭയക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. നിങ്ങൾക്ക് ഭയം കാണുമായിരിക്കും. കാരണം അയാളുടെ എച്ചിലെത്തുന്ന ജീവിക്കുമല്ലേ നിങ്ങൾ. അതുകൊണ്ട് എൻ്റെ വഴിയൊന്നും തടയാൻ നിങ്ങൾ വരണ്ട. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. അപ്പോഴേക്ക് അരൂപ അവിടേക്ക് കടന്നു വന്നു. നീ എന്താ ഇവിടെ? നിനക്ക് ഞാൻ ശത്രുവല്ലേ? വഴിതെറ്റി വന്നാവും ഇല്ലേ? അല്ല, വഴി അറിഞ്ഞു വന്നത് തന്നെയാണ്. എനിക്ക് നിങ്ങളോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അതിന് ഇവിടേക്ക് വരാതിരിക്കാൻ പറ്റില്ലല്ലോ. കൊള്ളാം, എന്താണ് അറിയേണ്ടത്? വേഗം പറഞ്ഞാൽ നന്നായിരുന്നു. ദാ ഈ അമ്മമാരില്ലേ, അവർക്കൊരു പരാതിയുണ്ട്. ആ സംഭവത്തിലെ പ്രതി നിങ്ങൾ തന്നെയാവാനാണ് സാധ്യത. അതാണ് ഞാനിങ്ങോട്ട് വരാൻ തന്നെ കാരണം. പരാതി പറയൂ, കേൾക്കട്ടെ. ഇവരുടെ പെൺകുട്ടികളെ ഇന്നലെ രാത്രി മുതൽ കാണാനില്ല. കുറച്ചാളുകൾ വന്ന് കടത്തിക്കൊണ്ടുപോയതാ. അതിലെ കുറച്ചാളുകൾ ഇന്നലെ ഇവിടുത്തെ ചടങ്ങിനുണ്ടായിരുന്നു എന്നത് ഗ്രാമത്തിൽ എല്ലാവർക്കും അറിയാം. കുറച്ച് മനസാക്ഷിയെങ്കിലും നിങ്ങൾക്ക് ബാക്കിയുണ്ടെങ്കിൽ ദയവായി ആ പെൺകുട്ടികളെ ഇവരുടെയൊപ്പം നിങ്ങൾ പറഞ്ഞു വിടണം. കടത്തിക്കൊണ്ടുപോയെന്നോ? ഞാൻ കഥയൊക്കെ കൊള്ളാം, പക്ഷേ ആ കഥ ഇവിടെ പറയണ്ട. ഇനി കടത്തിക്കൊണ്ടുപോയെന്ന് തന്നെ വിചാരിച്ചോളൂ. നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്ന് ചിലയ്ക്കാതെ പോപ്പെണ്ണേ. ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കാൻ ഞങ്ങളൊക്കെയുണ്ട്. അതിനിവിടെ നിൻ്റെ ആവശ്യമൊന്നുമില്ല. എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. നിങ്ങൾക്ക് മാത്രമല്ലല്ലോ സാമർഥ്യമുള്ളത്. എന്നാൽ ശരി, നിനക്ക് ചെയ്യാൻ പറ്റുന്നത് നീ അങ്ങ് ചെയ്തിട്ട് വാ. എന്നിട്ട് തീരുമാനിക്കാം ഇവിടുത്തെ അധികാരി ആരാണെന്ന്. അരൂപിൻ്റെ ശബ്ദം ഉയർന്നു. നിങ്ങൾ ഈ ഭീഷണിപ്പെടുത്തുന്നത് ആരെയാ? എന്നെയോ? കാലം കടന്നുപോയതൊന്നും നിങ്ങൾ അറിഞ്ഞു കാണില്ല. എന്നാൽ കേട്ടോളൂ, നിങ്ങളുടെ ശൗര്യവും സാമർഥ്യവുമെല്ലാം അവസാനിക്കാൻ പോകുക. അവസാനിപ്പിച്ചിരിക്കും ഈ തീർത്ഥയുടെ കണ്ണുകളിൽ കനലെരിയുന്നു ആയിരുന്നു. വീട്ടിലെത്തിയ ശേഷം പട്ടണത്തിലെ പോലീസ് മേധാവിയെ അവൾ കാര്യങ്ങൾ ധരിപ്പിച്ചു. അയാൾ വേണ്ട നടപടികൾ എടുത്തുകൊള്ളാമെന്ന് തീർത്ഥയ്ക്ക് വാക്കു നൽകി. രാവിലെ തന്നെ നടന്ന സംഭവങ്ങൾ ഓരോന്നായി തീർത്ത അച്ഛനെ പറഞ്ഞു കേൾപ്പിച്ചു. ആദ്യമായാണ് രത്തംപോറിൽ ഇങ്ങനെയൊരു സംഭവം നടക്കുന്നത് തന്നെ. അയാളുടെ ഹൃദയം വല്ലാതെ പിടയുന്നുണ്ടായിരുന്നു. മോള് പറഞ്ഞതുപോലെ അരൂപ് ആ പെൺകുട്ടികളെ പട്ടണത്തിൽ ആർക്കോ കൊണ്ടുപോയി വിറ്റതാവാനാണ് സാധ്യത. നാളെ നീ എന്തായാലും പട്ടണത്തിൽ പോകുന്നില്ലേ? ആ വഴി കൂടൊന്ന് അന്വേഷിക്കേ. എന്തെങ്കിലും സഹായം വേണമെങ്കിൽ ജഗൻ അവിടെ ഉണ്ടല്ലോ. ഞാനിപ്പോൾ തന്നെ അവനെ വിളിച്ച് കാര്യം പറയാം. കുറച്ച് ദിവസം അവിടെ നിന്ന് എന്താണെന്ന് വെച്ചാൽ ചെയ്ത് സമാധാനമായിട്ട് വേണം പോയിട്ട് വരാൻ. അതെങ്ങനെ ശരിയാവാനാണ്? അവൾ തനിച്ച് ആ പട്ടണത്തിൽ പോയി എന്ത് ചെയ്യാനാ? ബാപ്പു എന്താണോ ഒന്നും ആലോചിക്കാതെ ഇങ്ങനെ പറയുന്നത്? കൗസല്യദേവി ഇടയ്ക്ക് കയറി പറഞ്ഞു. തീർത്ത അമ്മയുടെ മുഖത്തേക്ക് കുറച്ചു നേരം ഉറ്റുനോക്കിയിരുന്നു. അമ്മയുടെ മനസ്സിൽ എപ്പോഴും ഒരു തരം ഭയമാണ്. അമ്മ ആരെയാണ് ഈ ഭയക്കുന്നത്? അന്നിവിടെ വന്ന് മാനഭയത്താൽ കരഞ്ഞ പെൺകുട്ടികളില്ലേ? അമ്മയ്ക്ക് ഓർമ്മയില്ലേ അവരെ? അവരിലെല്ലാം ഞാനില്ലേ? ഇന്നലെ ഇവിടെ അഭയം ചോദിച്ച അമ്മമാർ, അവരിൽ അമ്മയും ഇല്ലേ? നമ്മളിൽ ഒരാളായിട്ട് ഈ ഗ്രാമത്തിലുള്ള ഓരോരുത്തരെയും കാണാൻ ശ്രമിക്കൂ അമ്മേ. അപ്പോൾ പിന്നെ ഈ ഭയത്തിൻ്റെ ആവശ്യമേ ഉണ്ടാവില്ല. അമ്മ എന്തായാലും സമാധാനമായിരിക്കൂ. ദൈവമില്ലേ നമ്മുടെ കൂടെ? പിന്നെന്ത് പേടിക്കാനാ? തീർത്ത ചിരിച്ചുകൊണ്ട് പറഞ്ഞു. കൗസല്യ നിസ്സഹായതയോടെ മകളെ ഒന്ന് നോക്കിയ ശേഷം അകത്തേക്ക് നടന്നുപോയി. പട്ടണത്തിലേക്ക് തീർത്ത വളരെ ഇരട്ടിയാണ് എത്തിയത്. ജഗനും ഭാര്യയും അവളെ സ്വീകരിക്കാനായി റെയിൽവേ സ്റ്റേഷനിൽ നിന്നിരുന്നു. അവൾ അവരോടൊപ്പം അവരുടെ താമസ സ്ഥലത്തേക്ക് യാത്രയായി. ചേതനും ജഗനും സുഹൃത്തുക്കളാണ്. പട്ടണത്തിലെ ഒരു പ്രസിദ്ധമായ പത്രസ്ഥാപനത്തിലെ റിപ്പോർട്ടറാണ് ജഗൻ. ഭാര്യ അനിത അധ്യാപികയാണ്. തീർത്ഥയുടെ പട്ടണത്തിലെ പഠനം അവരോടൊപ്പം താമസിച്ചായിരുന്നു. ഇരുവർക്കും കുട്ടികളില്ലാത്തതിനാൽ തീർത്ഥയെ മകളെ പോലെയായിരുന്നു അവർ നോക്കിയിരുന്നത്. രത്തംപോറിൽ നിന്നും അവരോടൊപ്പം വന്ന് താമസിക്കാൻ പലപ്പോഴും ബൻസാലെ കുടുംബത്തെ ക്ഷണിക്കാറുണ്ടെങ്കിലും ചേതൻ ഒരിക്കൽ പോലും അതിന് സമ്മതം മൂളാറില്ല. വീട്ടിലെത്തിയപ്പോഴേക്കും തീർത്ഥയുടെ ഫോൺ റിങ് ചെയ്തു. അച്ഛനാണ്. അമ്മയുടെ പ്രേരണയുള്ള വിളിയാണ്. പതിവ് കുശലങ്ങൾക്കുള്ളിൽ വാക്കുകൾ ചുരുക്കി അച്ഛൻ പെട്ടെന്ന് തന്നെ ഫോൺ വെച്ചു.
രാത്രിയിൽ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ ഗ്രാമത്തിൽ നടന്ന സംഭവങ്ങളെല്ലാം അവൾ ജഗനുമായി പങ്കുവച്ചു. എല്ലാം കേട്ടിരുന്ന ശേഷം അയാൾ എന്തോ ആലോചിച്ചിരുന്നു. അങ്കിളെന്താ ആലോചിക്കുന്നത്? ഒരു സമൂഹത്തെ, അതും ഇന്നും അനാചാരങ്ങളുടെയും അടിമത്തത്തിൻ്റെയും അവശിഷ്ടങ്ങൾ അടിഞ്ഞ് ഭ്രാന്തമായിരിക്കുന്ന ഒരു സമുദായത്തെ ഉടച്ചു വാർക്കുക എന്നത് വളരെ ദുഷ്കരമായൊരു പ്രവൃത്തി അല്ലേ മോളെ? ഇപ്പോൾ നിൻ്റെയൊപ്പം നിൽക്കുന്ന ഇവരൊക്കെ ചിലപ്പോൾ പണത്തിൻ്റെയോ ഭൂമിയുടെയോ മഞ്ഞളിപ്പിൽ കാലുമാറാം. അങ്ങനെ എന്തൊക്കെ സംഭവങ്ങളാണ് നമ്മൾ നിത്യവും കാണുന്നത്. ഒരുപക്ഷെ ഈ പട്ടണത്തിലെ ആരുടെയെങ്കിലും ഒരു ഏജന്റായി കൂടെ ഈ അരൂപ്? അതെ അങ്കിൾ. എങ്കിലും ആ ഗ്രാമത്തിലെ അനീതികൾ കണ്ടില്ലെന്ന് നടിച്ച് എത്ര നാൾ അവിടെ ആത്മാഭിമാനത്തോടെ ജീവിക്കാൻ പറ്റും? സ്വന്തമെന്ന് പറയാനൊന്നും ആ പാവങ്ങൾക്കില്ല. എല്ലാ കാലവും ദുരന്തങ്ങൾ പേറി ജീവിക്കുന്ന കുറച്ച് മനുഷ്യർ, അവരുടെ ജീവിതത്തെ എടുത്ത് പന്താടി രസിക്കുന്ന കുറച്ച് സമ്പന്ന വർഗവും. ആരെങ്കിലും ഒരാളെങ്കിലും ഈ അനീതിക്കെതിരെ ഇപ്പോഴെങ്കിലും ശബ്ദമുയർത്തിയില്ലെങ്കിൽ രത്തംബോർ ഒരു കുരുതിക്കളമായി നാളെ അവസാനിക്കും. മോള് പറയുന്നതൊക്കെ ന്യായമായ കാര്യങ്ങളാണ്. എന്നാൽ നീയൊരാൾ മാത്രം വിചാരിച്ചാൽ നന്നാവുന്നതാണോ കുട്ടി ഈ വ്യവസ്ഥിതി? ജഗൻ ദുഃഖത്തോടെ തീർത്ഥയെ നോക്കി പറഞ്ഞു. അനിത അവളുടെ മുഖത്ത് തലോടിക്കൊണ്ടിരുന്നു. നോക്കു മോളെ, നീ മാത്രമേയുള്ളൂ ഞങ്ങൾക്ക് ഒരു ആശ്രയത്തിന്. ഞങ്ങളുടെ എല്ലാ പ്രതീക്ഷയും പ്രകാശവും നീയാണ്. നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ഞങ്ങൾ എന്തിനാ കുട്ടി ജീവിച്ചിരിക്കുന്നത്? അനിതയുടെ കണ്ണുകൾ നിറഞ്ഞു കവിഞ്ഞു. തീർത്ഥ അവരുടെ കണ്ണുകൾ തുറച്ചു. നമുക്കായി ജീവിക്കുന്നതിൽ എന്താണ് ഒരു പുതുമ? ഒരമ്മയുടെ കണ്ണീർ തുടയ്ക്കുന്നതിലും മഹത്തായ കാര്യം 1000 അമ്മമാരുടെ കണ്ണുകൾ ഈറനണിയാതെ നോക്കുന്നതല്ലേ? തീർത്ഥ അത് പറഞ്ഞുകൊണ്ട് മുറിയിലേക്ക് നടന്നു. ജഗനും അനിതയും പരസ്പരം നോക്കി കുറേ നേരം മൗനരായിരുന്നു. പുലർച്ചെ തന്നെ തീർത്ഥ വീട്ടിൽ നിന്നിറങ്ങി. നിരഞ്ജൻ ബീച്ചിലെത്താമെന്ന് അറിയിച്ചിട്ടുണ്ട്. തൻ്റെ എല്ലാ ആവശ്യങ്ങളിലും നിരഞ്ജൻ അയാളുടെ തിരക്കുകളെല്ലാം മാറ്റിവെച്ച് ഓടിയെത്താറുണ്ട്. ഗൗതം പറയാറുള്ളത് പോലെ ഒരു ബന്ധം അറിയാതെയാണെങ്കിലും തങ്ങൾ ഇടയിലുണ്ടായിട്ടുണ്ടോ എന്ന് പലപ്പോഴും തീർത്ഥ സംശയിക്കാറുണ്ട്. പക്ഷേ നിരഞ്ജൻ ശാന്തനായിരുന്നു. അറിയാതെ എപ്പോഴെങ്കിലും ഒരു പ്രണയം ഉള്ളിലുണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ പറിച്ചറിയുവാൻ എന്നും തീർത്ഥ ശ്രമിച്ചിരുന്നു. നിരഞ്ജനും അങ്ങനെ തന്നെ ആയിരുന്നു. ഒരു സുഹൃത്ത് ബന്ധത്തിൻ്റെ അപ്പുറത്തൊരു ചായ്വും വരാതെ നോക്കുവാൻ അവനും ഏറെ ശ്രദ്ധിച്ചു. കടലിൽ പോയ ബോട്ടുകൾ ഓരോന്നായി കരയിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരുന്നു. പ്രഭാത നടത്തത്തിനായി ആളുകൾ കൂടി വന്നു. എല്ലായിടത്തും തിരക്കു തന്നെ. തീർത്ഥ ഒരു സിമന്റ് ബെഞ്ചിലിരുന്ന് ബാഗിൽ കരുതിയിരുന്ന മാസികയിലെ താളുകൾ വെറുതെ മറിച്ചു നോക്കിക്കൊണ്ടിരുന്നു. മനസ്സ് ആകെ അസ്വസ്ഥമാണ്. ആ പെൺകുട്ടികളെക്കുറിച്ചുള്ള ചിന്തയിൽ അവളുടെ ഹൃദയം വല്ലാതെ പിടഞ്ഞു. രത്തംബോർ എന്ന ഗ്രാമത്തെ പട്ടണത്തിലെ നിയമവ്യവസ്ഥയുമായി കണ്ണി ചേർത്താൽ ഒരു പരിധിവരെ പല പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാവും. കുറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷമാണ് നിരഞ്ജൻ എത്തിയത്. പതിവിന് വിപരീതമായി വളരെ ക്ഷീണിതനായിരുന്നു അയാളുടെ വരവ്. ഇതെന്താ നിരഞ്ജൻ, ഉറങ്ങി എണീറ്റ ഉടനെ ഇങ്ങോട്ട് തിരിച്ചോ? അതെന്താ താൻ അങ്ങനെ ചോദിച്ചേ? ഇന്നലെ രാത്രി ഓവർ ടൈം വർക്കുണ്ടായിരുന്നു. അത് കഴിഞ്ഞൊന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ചപ്പോഴാണ് തൻ്റെ കോൾ. പിന്നെയൊന്നും നോക്കാതെ ബൈക്കിൽ കയറിയൊരു പാച്ചിലായിരുന്നു. കണ്ടില്ലേ, രാവിലെ തന്നെ ഇവിടുത്തെ തിരക്ക്. ഭക്ഷണം കഴിക്കാൻ പോലും നേരം കിട്ടിയില്ല. അതിനെന്താ, ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ഒരുമിച്ച് ആവാം പോരെ? ഞാൻ എപ്പോഴേ റെഡിയാ. എത്ര നാളായി നമ്മൾ ഒരുമിച്ചിരുന്ന് എന്തെങ്കിലും ഒന്ന് കഴിച്ചിട്ട്. അതൊക്കെ പോട്ടെ, എന്താ അത്യാവശ്യമായി കാണണമെന്ന് പറഞ്ഞത്? എനിക്ക് നിരഞ്ജൻ്റെ ഒരു ഹെൽപ്പ് വേണം. രത്തംബോറിൽ നടന്ന കാര്യമൊക്കെ ഞാൻ പറഞ്ഞിരുന്നില്ലേ? അവിടുത്തെ അവസ്ഥ പഴയതിലും മോശമാണ്. എനിക്കിന്ന് നല്ലൊരു അഡ്വക്കേറ്റിനെ കാണണം. തനിക്കറിയാവുന്ന ആരെങ്കിലും ആണെങ്കിൽ നമുക്ക് എന്ത് തുറന്നു പറയാനൊരു സ്വാതന്ത്ര്യം കാണുമല്ലോ. അത്രയേ ഉള്ളൂ. അതിനെ പറ്റിയൊരാൾ എൻ്റെ കയ്യിലുണ്ടോ? അഡ്വക്കേറ്റ് ജയദീപ്. ഇന്നിനി അവിടെ കാണുമോ എന്നറിയില്ല. നാളെ എന്തായാലും നമുക്ക് അവിടം വരെ ഒന്ന് പോയി നോക്കാം പോരെ? തീർത്ഥ സന്തോഷത്തോടെ തലകുലുക്കി. അവർ ഇരുവരും ഭക്ഷണം കഴിച്ചിറങ്ങി. ഓഫീസിൽ പോകുവാൻ തിരക്കുണ്ടായിരുന്നു. എങ്കിലും അരുൺ അവളെ പോലീസ് സൂപ്രണ്ടിൻ്റെ താമസ സ്ഥലത്തിന് മുമ്പിൽ ഇറക്കി വിട്ടു. കോളേജിൽ പഠിക്കുന്ന കാലത്ത് പല പരിപാടികളിലെയും ഉദ്ഘാടകനായിരുന്നു അജിത് ശർമ്മ. വ്യക്തിപരമായ കാര്യങ്ങൾ പറയുവാൻ പറ്റിയ ഇടം അദ്ദേഹത്തിൻ്റെ വസതി തന്നെയാണെന്ന് മനസ്സിലാക്കിയായിരുന്നു അവൾ അവിടേക്ക് ചെന്നത്. അദ്ദേഹത്തിൻ്റെ ഓഫീസിന് മുമ്പിലെ കസേരകളിൽ ഒന്നിൽ അവൾ ഇരുന്നു. പണ്ടും താൻ അങ്ങനെ ഇരുന്നിട്ടുണ്ട്. അന്ന് തൻ്റെ കൂടെ ബാൻസൂരി ഉണ്ടായിരുന്നു. എവിടെയും കയറി ചെന്ന് എന്തും പറയാനുള്ള തൻ്റെ ഇടമുണ്ടായിരുന്നു അവൾക്ക്. തൻ്റെ കൈകളിൽ മുറുകെ പിടിച്ചു നടക്കുന്ന കൂട്ടുകാരി. ഒരു ഹോളി ദിവസം ആ കൈകളിലെ കെട്ടഴിഞ്ഞു പോയത് തീർത്തോർത്തു. ഒരു ശലഭമായിരുന്നു അവൾ. പൂക്കളോടും കിളികളോടും കിന്നാരം പറയുന്നവൾ. ഓർഫനേജിൻ്റെ ഏകാന്തതയിൽ നിന്നും ഹോസ്റ്റലിലേക്ക് പാറി വന്നവൾ. തൻ്റെ മടിത്തട്ടിൽ കിടന്ന് ഉറങ്ങിയവൾ. പിന്നീട് നിറങ്ങൾ വാരി വിതറിയ ഹോളിയിൽ പാഞ്ഞു വന്ന ടാങ്കർ ലോറിയുടെ മുമ്പിൽ ചാടി സ്വയം ജീവനൊടുക്കിയതിനു പിന്നിലെ അശുഭചിന്ത എന്തായിരിക്കുമെന്ന് പലപ്പോഴും അവൾ ചിന്തിച്ചിരുന്നു. ഹൃദയത്തെ നുറുക്കുന്ന വേദനയായി ബാൻസുരി തീർത്ഥയുടെ മനസ്സിലെന്നും നിറഞ്ഞു നിന്നു. എന്നും ഇടയ്ക്കെപ്പോഴോ തണുത്ത അവളുടെ കൈകളുടെ സ്പർശനം താൻ അറിഞ്ഞിരുന്നു. മാഡം വരൂ, ഒരു പോലീസുകാരൻ അറിയിച്ചു. തീർത്ഥ അയാളുടെ ഒപ്പം സൂപ്രണ്ടിൻ്റെ മുറിയിലേക്ക് ചെന്നു. തീർത്ഥ സരസ്വതി, വരൂ, ഇരിക്കൂ. തീർത്തായിരുന്നു. ഇന്നലെ പറഞ്ഞ കാര്യത്തിലൊരു പരിഹാരം, അതല്ലേ ഇയാളുടെ ആവശ്യം? അതെ സാർ. തീർത്ഥയുടെ കണ്ണുകളിൽ പ്രതീക്ഷ നിറഞ്ഞിരുന്നു. പറയുന്നത് കൊണ്ട് നിങ്ങൾക്കൊന്നും തോന്നരുത് തീർത്ഥ. നിങ്ങൾ ആ പറഞ്ഞ സംഭവത്തെക്കുറിച്ച് ഞാൻ അന്വേഷിച്ചു. വലിയ കാര്യമൊന്നുമില്ല. അവളുമാരുടെ അനുവാദത്തോടെ നടന്ന ഒരു നീക്കമായിരുന്നു അത്.
പിന്നെ ഈ രത്തംബോറിൻ്റെ നവീകരണമില്ലേ, അത് തൻ്റെ ഭാവിക്കത്ര നന്നായിരിക്കില്ല കേട്ടോ. തീർത്ഥയുടെ മുഖം ചുളിഞ്ഞു. അല്ല, സാരെന്താ പറഞ്ഞു വരുന്നത്? നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? അല്ലെങ്കിൽ തന്നെ ഇവിടെ 100 കൂട്ടം തിരക്കുകളാണ്. അപ്പോഴാണ് രത്തംബോർ പോലുള്ള ഒരു കുഗ്രാമത്തിൻ്റെ പുറകെ നടക്കുന്നത്. അല്ലെങ്കിൽ തന്നെ ആ പെമ്പിള്ളേർ പോയതിന് നീ എന്തിനാണ് പരാതിയും കൊണ്ടുവരുന്നത്? അവളുമാർക്ക് ചോദിക്കാനും പറയാനും ഒന്നും ആരുമില്ലേ? അപ്പോഴെങ്ങനെയാണ് നാട്ടുകാരുടെ മുമ്പിലൊന്ന് ഷോ കാണിക്കാൻ പറ്റുന്നോ ഇല്ലേ? അതെ, അങ്ങനെയൊന്നും കുട്ടിക്കോളൂ സാർ. ഇവിടെ വന്നതുകൊണ്ട് കാര്യം എന്തായാലും എനിക്ക് മനസ്സിലായി. നിയമവ്യവസ്ഥയെ ആളുകൾ എന്താണ് ഇത്രത്തോളം വെറുക്കുന്നതെന്ന സത്യം. ഒന്ന് വാചമടിക്കാതെ എണീറ്റ് പോപ്പെണ്ണേ. നാട് നന്നാക്കാൻ ഇറങ്ങിയേക്കുന്നു. മനുഷ്യൻ്റെ സമയം മെനക്കെടുത്താൻ, അല്ലാതെ എന്താ? നിയമം പാലിക്കേണ്ടവർ തന്നെ നിയമത്തെ ലംഘിച്ചു കാട്ടുന്നതുകൊണ്ടാവും ഇല്ലേ സാർ ഇവിടുത്തെ ജയിലറുകൾ തടവുകാരെ കൊണ്ട് നിറയുന്നത്? തീർത്ത പരിഹാസസ്വരത്തിൽ പറഞ്ഞുകൊണ്ട് മുറി വിട്ടിറങ്ങി. ആ കൂറ്റൻ ബംഗ്ലാവിൻ്റെ മുറികൾക്കിടയിൽ നിന്നും പതിഞ്ഞ സ്വരങ്ങൾ ഉയർന്നു പൊന്തിക്കൊണ്ടിരുന്നു. തീർത്ത കാതോർത്തു. അതെ, ആ സ്വരങ്ങൾ തനിക്ക് പരിചിതമാണ്. എവിടെയാണ് താനത് കേട്ടത്? അവൾ എന്തോ ആലോചിച്ചിട്ട് എന്നവണ്ണം ബംഗ്ലാവിന് പുറത്തിറങ്ങി. അതിൻ്റെ മറവിൽ ഒളിച്ചിരുന്നു. ബംഗ്ലാവിനുള്ളിലെ മട്ടുപാവിൽ അപ്പോൾ 2 സ്ത്രീകൾ ഉലാത്തുന്നുണ്ടായിരുന്നു. അതെ, ഗ്രാമത്തിൽ നിന്നും അരൂപ് കടത്തിക്കൊണ്ടുപോയ പെൺകുട്ടികൾ. തീർത്ത തിരിഞ്ഞു നടന്നു. കുട്ടി, ഒന്ന് നിൽക്കൂ അവിടെ. തീർത്ത തിരിഞ്ഞു നോക്കി. സൂപ്രണ്ടിൻ്റെ ബംഗ്ലാവിലെ പാറാവുകാരനാണ്. നരക്കയറിയെ കഷണ്ടിത്തല മെല്ലെ ചൊറിഞ്ഞുകൊണ്ട് അയാൾ അവൾക്ക് അരികിൽ വന്നു. മോളെ, സാറ് പറയുന്നതെല്ലാം പുറത്തുനിന്ന് ഞാൻ കേട്ടു. നിങ്ങളുടെ ഗ്രാമത്തലവനും ഇയാളും സുഹൃത്തുക്കളാണ്. ഇന്നലെ രാത്രിയിൽ കുറച്ച് പെണ്ണുങ്ങളെ ഇവിടെ കൊണ്ടുവന്ന് ഇറക്കി വിട്ടത് അയാളാണ്. മയക്കുമരുന്ന് കുത്തിവെച്ച് വലിയ വ്യാപാരികൾക്ക് പെൺകുട്ടികളെ കാഴ്ചവെക്കുന്ന സംഘത്തിലെ കണ്ണികളാണ് ഇവരൊക്കെ. സമൂഹത്തിലെ ഉന്നതരാണെന്ന് പറഞ്ഞിട്ട് എന്താ മോളെ കാര്യം? വീട്ടിലെ ഗതികേട് കൊണ്ട് ഈ പണിക്ക് ഇറങ്ങി വരുന്നതാ. എനിക്കുമുണ്ടേ വീട്ടിൽ 2 പെൺകുഞ്ഞുങ്ങൾ. വൃദ്ധൻ പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു നടന്നു. തീർത്ത സരസ്വതി ഉരുകുകയായിരുന്നു. എവിടെയാണോ അഭയം ചോദിച്ചു വന്നത് അവിടെ എല്ലാം തിന്മകളുടെ കൂരമ്പുകൾ തറച്ചിരിക്കുകയാണ്. ഇനിയൊരിക്കലും രത്തംബോറിന് ഈ ഗതികേടുണ്ടായിക്കൂടാ. ലഹരി വസ്തുക്കളുടെ ഉപയോഗം രത്തംബോറിലുണ്ട് എന്നത് തീർത്ഥയെ സംബന്ധിച്ചൊരു പുതിയ വാർത്തയായിരുന്നു. മുമ്പൊരിക്കലും തങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കാതിരുന്നത് തെറ്റായി എന്ന് അവൾക്ക് തോന്നി. ലഹരിയുടെ മായിക വലയത്തിലൂടെ രത്തംബോറിൻ്റെ പുതുതലമുറ തളച്ച് പുതിയൊരു അംഗത്തിന് കോപ്പ് കൂട്ടുകയാവും അരൂപും സംഘവും. തീർത്ത അടുത്തു കണ്ട കടയിൽ കയറി കുറച്ച് ലഹരി വസ്തുക്കൾ വാങ്ങി. ആദ്യമൊന്ന് കൊടുക്കാൻ മടിച്ചെങ്കിലും കൂടുതൽ പൈസ കൊടുത്തപ്പോൾ പുതിയ സാധനങ്ങൾ നൽകുവാൻ അവർ തയ്യാറായി. അന്ന് തന്നെ ചേതനെ വിളിച്ച് അവൾ കാര്യങ്ങളെല്ലാം ബോധ്യപ്പെടുത്തി. ഗൗതമനോട് ഗ്രാമത്തിലെ മുഴുവൻ യുവാക്കളെയും നിരീക്ഷിക്കാൻ ഏർപ്പാട് ചെയ്തു. പിറ്റേന്ന് വൈകുന്നേരം നിരഞ്ജൻ വീട്ടിലെത്തി. ജയദീപിനെ കാണാൻ പോകുന്നതിനെക്കുറിച്ച് അവൾ ഒരുപാട് നേരം ചിന്തിച്ചു. അജിത് ശർമ്മയിൽ നിന്നും ഉണ്ടായ ദുരനുഭവം മനസ്സിനെ വല്ലാതെ നീറ്റുകയാണ്. ആരെയാണ് വിശ്വസിക്കേണ്ടത്, ആരെയാണ് വിശ്വസിക്കാതിരിക്കേണ്ടത് എന്ന് ഇപ്പോൾ തനിക്കറിയില്ല. എങ്കിലും നിരഞ്ജൻ നിർബന്ധിച്ചപ്പോൾ അവൾ പോകുവാൻ തയ്യാറായി. നഗരത്തിലെ തിരക്കുകളിൽ നിന്നൊഴിഞ്ഞ ഒരു കൊച്ചു വീടായിരുന്നു ജയദീപൻ്റെ ഓഫീസ്. നിരഞ്ജനെയും തീർത്ഥയെയും ഹാഫ് ഡോറിലൂടെ കണ്ട മാത്രയിൽ തന്നെ തൻ്റെ തടിയൻ പുസ്തകത്തിൽ നിന്നും മുഖം മാറ്റി അയാൾ എണീറ്റു. വരൂ നിരഞ്ജൻ, ഞാൻ തന്നെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. എവിടെ ആള്? കാണട്ടെ. ജയദീപ് തീർത്ഥയെ നോക്കി സന്തോഷത്തോടെ പറഞ്ഞു. നിരഞ്ജൻ എപ്പോഴും തൻ്റെ കാര്യം പറയും. തീർത്ഥ എന്തായാലും തന്നെയൊന്ന് കാണാൻ പറ്റിയല്ലോ ഇപ്പോഴെങ്കിലും. തീർത്ഥ ചിരിച്ചുകൊണ്ട് നിരഞ്ജനൊപ്പം കസേരമേലിരുന്നു. തൻ്റെ താമസം വരെ കോടതിയിലാണെന്നാണല്ലോ കേൾവി. വീട്ടിലൊന്നും പോകാറില്ലേ ജയ നീ? നിരഞ്ജൻ കളിയാക്കിക്കൊണ്ട് ചോദിച്ചു. അതേടാ, നിന്നെ പോലെയുള്ള അസൂയാലുകൾ പലതും പറഞ്ഞു പരത്തും. അതിനിപ്പോൾ എനിക്കെന്ത് ചെയ്യാൻ കഴിയും? നിരഞ്ജൻ ഉറക്കെ ചിരിച്ചുകൊണ്ട് തീർത്ഥയെ നോക്കി. ഇപ്പോൾ മനസ്സിലായില്ലേ തനിക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ആളൊക്കെയാണെന്ന്? ഇനി ധൈര്യമായിട്ട് എന്താ കാര്യമെന്ന് വെച്ചാൽ പറഞ്ഞോ. സാർ, എനിക്ക് നമ്മുടെ രാജ്യത്തെ സ്ത്രീ സുരക്ഷാ നിയമങ്ങളെക്കുറിച്ചും അതിൻ്റെ നിയമ നടപടികളെക്കുറിച്ചും ഒക്കെ അറിഞ്ഞാൽ കൊള്ളാം. രത്തംബോറിൽ ഇപ്പോൾ സ്വന്തം ആക്രമണ സംഭവങ്ങളെക്കുറിച്ച് നിരഞ്ജൻ അങ്ങയോട് പറഞ്ഞിരുന്നില്ലേ? അതെ. എന്തൊക്കെയാണ് തനിക്ക് അറിയേണ്ടതെന്ന് വെച്ചാൽ ഈ പുസ്തകത്തിൽ എല്ലാ കാര്യങ്ങളും ഉണ്ട്. മനസ്സിരുത്തി എല്ലാം ഒന്ന് വായിച്ച് മനസ്സിലാക്കുക. ജയദേവ് തൻ്റെ ഷെൽഫിൽ നിന്ന് ഒരു തടിയൻ പുസ്തകമെടുത്ത് തീർത്ഥയ്ക്ക് നേരെ നീട്ടി. അയാൾ തീർത്ഥയെ ശ്രദ്ധിക്കുകയായിരുന്നു. ആ കണ്ണുകളിൽ ആവേശത്തിൻ്റെ കനലുകൾ നോക്കി അയാൾ അത്ഭുതപ്പെട്ടു. നന്നേ ചെറുപ്പമാണ് അവൾ. കൂടിപ്പോയാൽ ഒരു 22 വയസ്സ്. നിരഞ്ജൻ്റെ വാക്കുകളിൽ നിന്ന് തീർത്ഥയെ വരച്ചെടുക്കുമ്പോൾ അവൾ ഇത്ര പക്വമതിയാവുമെന്ന് ഒരിക്കലും അയാൾ കരുതിയിരുന്നില്ല. സംസാരത്തിലും നടത്തത്തിലുമുള്ള കുലീനത, കണ്ണുകളിൽ കത്തുന്ന അഗ്നി. ഇവൾ ഒരു സമൂഹത്തെ നവീകരിക്കാൻ മുൻകൈ എടുത്തു എന്ന് പറയുന്നതിൽ ഒരു അത്ഭുതവും വേണ്ട. അവൾക്ക് അതിന് സാധിക്കും. തീർത്ഥ, രത്തംബോറിനെ പറ്റി ഞാനും കേട്ടിട്ടുണ്ട്. പണ്ടുണ്ടായിരുന്ന ആ വിലക്കുകളെ മറയായി അവിടെ നടക്കുന്ന സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത് ഈ പട്ടണത്തിലെ അധികാരികൾ തന്നെയാണ്. ഈയിടെ നിങ്ങളുടെ നാട്ടിൽ നടന്നുവെന്ന് പറയുന്ന പല പ്രശ്നങ്ങളും മീഡിയയുടെ കണ്ണിൽപ്പെടാതെ നോക്കുന്നത് ഇവിടെയുള്ളവരാണ്. അവിടുത്തെ സ്ത്രീകളിൽ എത്രയോ പേരാണ് ഇവിടുത്തെ ചുവപ്പ് തെരുവുകളിൽ ഉള്ളത്. അവിടെ നടക്കുന്ന ഒരു പ്രശ്നങ്ങൾക്കും മേൽ നടപടി എടുക്കാൻ ആരും ശ്രമിക്കാറില്ല. പിന്നെ ഒരു കാര്യമുണ്ട്, രത്തംബോറിലുള്ള അത്രയും ആളുകളുടെ വോട്ട് ഇവിടുത്തെ രാഷ്ട്രീയ പ്രമുഖന്മാർക്ക് ആവശ്യമുണ്ട്.
അവിടെ കൊടിയുടെ നിറമോ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങളോ ഒന്നുമില്ല. ഒരു കൊടുക്കൽ വാങ്ങൽ മാത്രം. എങ്കിലും തീർത്ത നിങ്ങളുടെ വാക്കുകൾക്ക് അവിടുത്തെ ആളുകൾ നൽകുന്ന മൂല്യം വളരെ വലുതാണെങ്കിൽ എന്ത് സഹായവും വേണമെങ്കിലും ഞാൻ തരാം. പോരെ? തീർത്ത സരസ്വതി നന്ദിപൂർവ്വം ജയദേവിന് നേരെ കൈകൂപ്പി. നിരഞ്ജനോടൊത്ത് യാത്ര പറയുമ്പോഴും ജയദേവിന്റെ കണ്ണുകളിൽ അവളോടുള്ള ആരാധന കത്തി നിന്നു. ഇവൾ ഒരുപക്ഷെ ഒരു ചാവേറാവാം, അല്ലെങ്കിൽ ആരോ കൊളുത്തിവെച്ച ഉന്നതിയുടെ പ്രകാശം ഏന്തുന്നവളായിരിക്കാം. ആരായാലും ഇവൾ നാളെയുടെ ഒരു ഇതിഹാസമാവട്ടെ. ജയദേവിന്റെ ചുണ്ടുകൾ മന്ത്രിച്ചു. വൈകുന്നേരം നിരഞ്ജൻ തന്നെയാണ് റെയിൽവേ സ്റ്റേഷനിൽ തീർത്ഥയെ യാത്രയാക്കുവാൻ എത്തിയത്. അതുവരെയും മറച്ചുവെച്ചിരുന്ന ആ പ്രണയം പുറത്തേക്ക് ഒഴുകുകയാണോ എന്ന് അവൻ ഒരു നിമിഷം സംശയിച്ചു. കാരണം അവൻ്റെ ഉള്ളിൽ അവൾ അകലുമ്പോഴുള്ള ഒരു വേദന വിങ്ങലായി രൂപപ്പെട്ടു വന്നിരുന്നു. തീർത്ഥയുടെ സ്ഥിതിയും അങ്ങനെ തന്നെയായിരുന്നു. കുറച്ച് ദിവസങ്ങളായി മുമ്പില്ലാത്ത വിധം ഒരു അടുപ്പം ഇരുവർക്കുമിടയിൽ വളർന്നു കഴിഞ്ഞിരുന്നു. ജയദീപ് കൊടുത്തയച്ച പുസ്തകങ്ങൾ നിരഞ്ജൻ തീർത്ഥയെ ഏൽപ്പിച്ചു. വായിച്ച ശേഷം എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ജയനെ വിളിക്കണമെന്ന് പറഞ്ഞു. തീർത്ഥ മെല്ലെ തലയനക്കി. അവളുടെ മനസ്സ് ശൂന്യമായിരുന്നു. ഇനിയും നിരഞ്ജന്റെ അരികിലേക്കുള്ള യാത്ര ഉടനെ ഉണ്ടാകില്ല. അമ്മയുടെ ഭയവും അച്ഛൻ്റെ രോഗവും ഓരോ നാളും വർദ്ധിച്ചു വരുന്നു. നിരഞ്ജൻ അവളുടെ കണ്ണിലെ വേദന തിരിച്ചറിഞ്ഞു. പക്ഷേ അവളുടെ മൗനം അവനെ നൊമ്പരപ്പെടുത്തി. കണ്ണിലെ നനവ് നിരഞ്ജൻ കാണാതെ തീർത്ഥം മായ്ച്ചു കളഞ്ഞു. ട്രെയിൻ പുറപ്പെട്ടു കഴിഞ്ഞിട്ടും അയാൾ പ്ലാറ്റ്ഫോമിൽ തന്നെ നിന്നു. അവളുടെ കണ്ണുകളുടെ ആഴങ്ങളിലേക്ക് അവൻ ഇറങ്ങിച്ചെന്നു. അവൻ്റെ കണ്ണുകൾ മന്ത്രിച്ചു. പോകാതിരുന്നുകൂടെ? അവളത് മനസ്സിലാക്കിയിട്ട് എന്നവണ്ണം നിസ്സഹായതയോടെ അവനെ ഒന്ന് നോക്കി. ട്രെയിൻ കണ്ണിൽ നിന്ന് മറയുന്നതുവരെ നിരഞ്ജൻ പ്ലാറ്റ്ഫോമിൽ തന്നെ നിന്നു. അവൻ്റെ ഹൃദയം പിടയുന്നുണ്ടായിരുന്നു. കണ്ണീർ കണങ്ങൾ പെയ്തുമായതെ ആ ദിനം നിരഞ്ജനും തീർത്ഥയ്ക്കും മനസ്സിൽ തീരാ വേദനയായി മാറി. ഇന്ന് ഗ്രാമത്തിലെ കാളിക്ഷേത്രത്തിൽ ഉത്സവമാണ്. തീർത്ഥ വീട്ടിലെത്തിയപ്പോൾ അവിടെ നാദു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ചേതനും കൗസല്യയും ഒരു പെണ്ണിൻ്റെ വിവാഹ വിരുന്നിനായി സുൽത്താൻഘട്ടിലേക്ക് പോയിരിക്കുകയായിരുന്നു. തീർത്ഥയ്ക്ക് തുണയ്ക്കായി നാദുവിനെ കൂട്ടാതെയായിരുന്നു അവരുടെ യാത്ര. നാദു തീർത്ഥയെ കണ്ട് ധൃതി കൂട്ടി. ദീദി, ഒന്ന് വേഗം വരൂ. ഇപ്പോൾ തന്നെ സമയം കുറേയായി. ഉത്സവമൊക്കെ തുടങ്ങിയിട്ട് എത്ര നേരമായെന്ന് അറിയാമോ? എൻ്റെ കൂട്ടുകാരൊക്കെ അവിടെ ഇപ്പോൾ എന്നെ തിരയുന്നുണ്ടാവും. തീർത്ഥ നാദുവിൻ്റെ കവളിൽ മെല്ലെ ഒന്ന് തട്ടി. എൻ്റെ പൊന്നനിയ, ഞാൻ ഇപ്പോഴും ഇങ്ങോട്ട് വന്നതല്ലേ ഉള്ളൂ. കുറച്ച് നേരം നീയൊന്ന് ക്ഷമിക്കേ, എന്നിട്ട് നമുക്ക് സമാധാനത്തോടെ പോയിട്ട് വരാം. ഇപ്പോൾ നീ പോയി ഹീരാബായിയോട് ദീദിക്ക് നല്ലൊരു ചായ തരാൻ പറ. പെട്ടെന്ന് എന്തോ ഓർത്തിട്ടെന്ന വണ്ണം തീർത്ഥ പറഞ്ഞു. അല്ലെങ്കിൽ വേണ്ട, മോൻ പോയി എടുത്തുകൊണ്ട് വന്ന് തന്നാൽ മതി. നാദു ചായ എടുക്കാനായി അടുക്കളയിലേക്ക് ഓടി. തീർത്ഥ ബാഗിൽ നിന്ന് ലഹരി വസ്തുക്കൾ ഓരോന്നായി എടുത്ത് മേശമേൽ വെച്ചു. ഒരു മൂളിപ്പാട്ടിൻ്റെ അകമ്പടിയോടെ നാദു തീർത്ഥയ്ക്കുള്ള ചായയുമായി അവിടേക്ക് വന്നു. അവൻ മേശമേലിരുന്ന കുപ്പികളിലേക്കും കവറിലേക്കും മാറി മാറി നോക്കി. ഇതെന്താണ് ദീദി? ഇതൊക്കെ മോനറിയുമോ? നാദു സംശയത്തോടെ അതിലേക്ക് നോക്കി. ഞാനിത് നേരത്തെ കണ്ടിട്ടുണ്ട് ദീദി, പക്ഷേ ഇതെന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു കേട്ടോ. തീർത്ഥ അത്ഭുതത്തോടെ അവനെ ഒന്ന് നോക്കി. അവൾക്ക് അതൊരു പുതിയ അറിവായിരുന്നു. നമ്മുടെ സ്കൂളിരുന്നതിൻ്റെ അടുത്തായി ഞാൻ ഇത്തരത്തിലുള്ള കുറേ പേപ്പറുകൾ കണ്ടിരുന്നു. അവിടെയുള്ള ചേട്ടന്മാരോട് ചോദിച്ചപ്പോൾ ഒരു തരം മിഠായിയാണെന്നാണ് ദീദി എന്നോട് പറഞ്ഞത്. തീർത്ഥയുടെ കണ്ണുകൾ വിടർന്നു. അരൂപിൻ്റെ ചതിക്കുഴികളിൽ ഇതിനകം തന്നെ ഗ്രാമത്തിലെ യുവാക്കൾ അകപ്പെട്ടു കഴിഞ്ഞു. തീർത്ഥ ബാഗിനുള്ളിൽ നിന്നും ചിത്രകഥകളടങ്ങിയ ഒരു പുസ്തകം നാദുവിനെ ഏൽപ്പിച്ചു. അവൻ സന്തോഷത്തോടെ അതിലെ താളുകൾ മറിച്ചു നോക്കി. തീർത്ഥ പോകുവാനായി ഉമ്മറത്തേക്ക് വന്നപ്പോഴും നാദുവിൻ്റെ ശ്രദ്ധ പുസ്തകത്തിൽ തന്നെയായിരുന്നു. ദാ, ഇവിടെ എങ്ങനെ ഇരുന്നാൽ മതിയോ? നമുക്ക് ഉത്സവത്തിന് പോകണ്ടേ? ഈ ഒരൊറ്റ പേജ് കൂടി ദീദി. അവൻ അപേക്ഷ പോലെ തീർത്ഥയൊന്ന് നോക്കി. അവൾ വീടിൻ്റെ വാതിലുകളും ജനാലയും പൂട്ടി ലൈറ്റണച്ച് ഉമ്മറത്തേക്ക് വന്നു. ദീദി, എന്നാൽ നമുക്ക് പോകാം, നാദു ഉത്സാഹത്തോടെ പറഞ്ഞു. വഴിയോരങ്ങളിലെല്ലാം ഇരുട്ട് പതുങ്ങി നിന്നിരുന്നു. നാദു പേടിയോടെ തീർത്ഥയുടെ കൈകളിൽ മുറുകെ പിടിച്ചു. അവൾ സ്നേഹത്തോടെ നാദുവിനെ ഒന്ന് നോക്കി. പേടിക്കണ്ട കേട്ടോ, ദീദിയില്ലേ നിൻ്റെ ഒപ്പം? ഗ്രാമത്തിൽ അടിക്കടി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അവൻ്റെ കുഞ്ഞു മനസ്സിൽ ഭീതി പടർത്തിയിരുന്നു. തീർത്ഥ ലൈറ്റ് തെളിയിച്ചുകൊണ്ട് വേഗത്തിൽ നടന്നു. ക്ഷേത്രത്തിന് അടുത്ത് എത്തുന്തോറും കതിരങ്ങൾ പൊട്ടുന്ന ശബ്ദം അടുത്തു വന്നു. സുഗന്ധം പരക്കുന്ന അന്തരീക്ഷത്തിൽ നിന്നും കാളിസ്തുതികൾ ഉയർന്നു പൊന്തി. ഇലത്തമ്പോറിൽ പ്രധാനമായും 2 ക്ഷേത്രങ്ങളാണുള്ളത്. ഗ്രാമത്തിൽ പ്രവേശന കവാടത്തോട് ചേർന്നുള്ള വിഷ്ണു ക്ഷേത്രവും പിന്നെ തെക്കേ അതിർത്തിയിലുള്ള കാളിക്ഷേത്രവും. ബാല്യകാലത്ത് മുത്തശ്ശിയോടൊപ്പം പതിവായി എത്താറുള്ളത് കാളിക്ഷേത്രത്തിലായിരുന്നു. വളർന്നപ്പോൾ കാഴ്ചപ്പാടുകളെ കുത്തൊഴുക്കിൽ അനാചാരങ്ങളെ വളർത്തുന്നതിൽ ദൈവങ്ങൾക്കും ഒരു പങ്കില്ലേ എന്ന് തീർത്ത സന്ദേഹപ്പെട്ടു. ഒരേ സമയം ഈശ്വരവിശ്വാസിയായും എന്നാൽ അതേസമയം ഒരു നിരീശ്വരവാദിയായും മാറുന്നതിൻ്റെ തൻ്റെ മാനസിക വ്യാപാരങ്ങളെക്കുറിച്ചോർത്ത് അവൾ അത്ഭുതപ്പെട്ടു. ഉയർന്നു പൊന്തുന്ന കാളിസ്തുതികൾക്കിടയിൽ നിന്ന് ഒരു മനുഷ്യന്റെ ദീനരോധന കേട്ടപ്പോൾ ഹൃദയം തകർന്നുപോയി. അതെ, എവിടെയോ ഒരു അരുങ്കൊല വീണ്ടും നടന്നിരിക്കുന്നു. മനുഷ്യബലി പാപമാണെന്ന് എത്ര വിളിച്ചു പറഞ്ഞിട്ടും കേൾക്കാത്തൊരു സമൂഹം. അന്ധവിശ്വാസങ്ങൾക്കായി ആരെയും കൊല്ലുവാനും ഉപദ്രവിക്കാനും മടിക്കാത്തവർ. കാളിക്ക് പൂജ ചെയ്യുവാനും സംതൃപ്തിപ്പെടുത്തുവാനും ഒരു മനുഷ്യനെ അരുങ്കൊല ചെയ്യുന്നു.
നാളും പക്കവും ഒത്തുവന്നാലും ഒരു മേലാളിന് അതിൽ പങ്കില്ല. ഏതോ കീഴാള കർഷകന്റെ വീട്ടിൽ ഇപ്പോൾ നിലവിളി ഉയർന്നു വന്നേക്കാം. എന്നാൽ ഗ്രാമം അതിനെ അവഗണിക്കാറാണ് പതിവ്. ഒരു സമൂഹത്തിന്റെ ഉന്നതിക്കായുള്ള കുരുതിയാണ് അത്. പാപമല്ല, പുണ്യത്തിന്റെയും വരും ജന്മഫലപ്രാപ്തിയുടെയും കണക്കും പറഞ്ഞ് പൂജാരികൾ ആത്മസംതൃപ്തി അടയുമ്പോൾ ഗ്രാമം ഒന്നാകെ കാളിമന്ത്രങ്ങൾ ഉച്ചത്തിൽ വിളിച്ചു ചൊല്ലുന്നു. തീർത്ഥയുടെ മനസ്സിൽ പ്രതികാരം ആളിപ്പടർന്നു. അവൾ നാദുവിനെയും കൂട്ടി വീട്ടിലേക്ക് നടന്നു. രത്തംബോറിന്റെ ആഘോഷ രാവിനുമേൽ നൊമ്പരങ്ങളുടെ കണ്ണീർ ചാലുകൾ അടർന്നു വീണു. ഗ്രാമം വീണ്ടും ശാന്തമായി. എല്ലാവരും എല്ലാം മറന്നു കഴിഞ്ഞിരിക്കുന്നു. തീർത്ത കൊളുത്തിവെച്ച നവീകരണത്തിന്റെ ജ്വാലകൾ അവർ തന്നെ ഊതിക്കെടുത്തിയിരിക്കുന്നു. ജന്മന അനുഭവിക്കാൻ വിധിക്കപ്പെട്ട അടിമത്തത്തിൽ നിന്നും വേദനകളിൽ നിന്നും അവർ കരകയറുവാൻ ആഗ്രഹിക്കുന്നില്ല. അമ്മമാർ കത്തിക്കരിഞ്ഞ തങ്ങളുടെ മക്കളെ ഓർത്ത് വിങ്ങിപ്പൊട്ടി. അധികാരികളാൽ നഷ്ടപ്പെട്ടുപോയ അഭിമാനത്തെ ഓർത്ത് അവർ ശപിച്ചുകൊണ്ടേയിരുന്നു. ഓരോ ദിവസവും വലിപ്പം വെച്ചു വരുന്ന പെൺമക്കളുടെ ഉദരങ്ങൾ കണ്ട് മാതാപിതാക്കൾ ക്ഷേത്രത്തിലെ കൽപ്രതിമകൾക്ക് മുമ്പിൽ അലമുറയിട്ടു. പ്രതീക്ഷയുടെ വെളിച്ചം എത്താതെ രത്തംബോർ വീണ്ടും ഇരുട്ടിൽ ആണ്ടു. ചേതൻ ബൻസാലെ ഇപ്പോൾ അവശനാണ്. അയാളുടെ കൈക്കാലുകൾ ശക്തി ക്ഷയിച്ച് വീഴാറായിരിക്കുന്നു. തീർത്ഥയുടെ സഹായത്തോടെ ഇടയ്ക്ക് പാടത്തു പോയി തിരികെ ഉമ്മറത്തെ ചാരുകസേരയിൽ വിശ്രമിക്കുകയാണ് പതിവ്. വിവാഹപ്രായമേറിവരുന്ന മകളെക്കുറിച്ചോർത്തുള്ള ആദിയാണ് കൗസല്യദേവിക്ക്. നാദുവും വളർന്നു. പട്ടണത്തിലേക്ക് തുടർ പഠനത്തിനായി അവനെ അയക്കുവാൻ ചേതൻ തിരക്ക് കൂട്ടിയെങ്കിലും ദീദിയെ സഹായിച്ച് ഗ്രാമത്തിൽ കഴിഞ്ഞുകൂടാനായിരുന്നു നാദുവിൻ്റെ ആഗ്രഹം. തീർത്ഥയുടെ മനസ്സിൽ പോരാടാനുള്ള വീര്യം അപ്പോഴും കത്തിയെരിയുന്നുണ്ടായിരുന്നു. ഒരവസരത്തിനായി അവൾ കാത്തിരുന്നു. മഴയുടെ താളം അല്പം അയഞ്ഞിരിക്കുന്നു. പാടത്തെ ധാന്യമണികൾ പ്രതീക്ഷയോടെ കണ്ണു തുറന്നു. ഇതൊരു അനുഭൂതിയാണ്. തങ്ങളെല്ലാം ഒരു പൂർണ്ണതയുടെ ചുവട്ടിൽ എത്തിയിരിക്കുന്നു. നാളെ വളർന്ന് മറ്റുള്ളവരുടെ അന്നമാകുവാൻ തുടങ്ങുമ്പോൾ ഒരു ഗ്രാമം മുഴുവനും ആഹ്ലാദത്തിലാവും. രത്തംബോറിനെ ഇപ്പോൾ പഴയതിനേക്കാൾ കർക്കശമായ നിയമങ്ങൾ പിടിമുറുക്കിയിരിക്കുകയാണ്. മദ്യത്തിൻ്റെയും കഞ്ചാവിൻ്റെയും ലഹരി നിറഞ്ഞ അന്തരീക്ഷത്തിൽ മത്സരിച്ച് യുവാക്കൾ അധികാരികൾക്കായി പണിയെടുത്തു. മറ്റൊരു അനീതി കൂടി രത്തംബോറിൽ അരങ്ങേറി. കലുഷിതമായ ഗ്രാമാന്തരീക്ഷത്തിൽ പട്ടിണി മരങ്ങളുടെ ആവർത്തനങ്ങളെ സ്ത്രീകൾ വല്ലാതെ ഭയപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. ലഹരിയുടെ അടിമത്തത്തിൽ പുരുഷന്മാർ തങ്ങളെ മറന്നു തുടങ്ങി. വിശപ്പു കാർന്നു തിന്ന ഒട്ടിയ വയറുമായി തൻ്റെ മകനെയും നെഞ്ചോട് ചേർത്തുകൊണ്ട് വിമല ബൻസാലെ ബംഗ്ലാവിന് മുമ്പിൽ തീർത്ഥയ്ക്കായി കാത്തുനിന്നു. ദുരന്തങ്ങളുടെ പൊള്ളുന്ന യാഥാർത്ഥ്യങ്ങളിലൂടെ ഒരു പോരാട്ടത്തിനായി വീണ്ടും അവൾ തയ്യാറായി നിന്നു. ഉള്ളവൻ്റെ അറവുശാലയിൽ ഇല്ലാത്തവൻ്റെ സ്വപ്നം കരിയുമ്പോൾ ആ ചാരമാവാം വിശപ്പ് എന്ന് തീർത്ഥയ്ക്ക് തോന്നി. അന്ന് വൈകുന്നേരം ബൻസാലെ കുടുംബത്തിന് മുന്നിലുള്ള വലിയ മൈതാനിയിലേക്ക് ആ ഗ്രാമത്തിലെ സ്ത്രീകളെയെല്ലാം തീർത്ഥ വിളിച്ചു വരുത്തി. വളരെ ചെറിയൊരു കൂട്ടത്തെയാണ് അവൾ അവിടെ പ്രതീക്ഷിച്ചതെങ്കിലും ഗ്രാമത്തിലെ മുഴുവൻ സ്ത്രീകളും കുട്ടികളും അവിടെ തടിച്ചുകൂടി. പലരുടെയും കണ്ണുകൾ ഏറിനണിഞ്ഞിരുന്നു. കുട്ടികളുടെ ലാളിത്യവും ചുറുചുറുക്കും നഷ്ടപ്പെട്ടു. ജയദീപിനോട് ആലോചിച്ചിട്ടാണ് തീർത്ഥ ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തിയത്. ഗ്രാമത്തിലെ സ്ത്രീകൾ ആദ്യം സ്വയം പര്യാപ്തരാവണം. ചെറിയൊരു തുക ദിനംതോറും കയ്യിൽ വരുമ്പോൾ അവരുടെ അഭിമാനവും ആത്മധൈര്യവും വർദ്ധിക്കും. അതുവഴി കുട്ടികളെ വിദ്യാസമ്പന്നരാക്കേണ്ടതിൻ്റെ ആവശ്യകത അവർക്ക് ബോധ്യമാവുകയും ചെയ്യും. ഒരു പലഹാര നിർമ്മാണ യൂണിറ്റായിരുന്നു തീർത്ഥയുടെ മനസ്സിൽ. അതിനു മുന്നോടിയായി ഒരു സ്ഥിര മൂലധനം ആവശ്യമുണ്ട്. അത് കണ്ടെത്തണം. പാടത്തു നിന്നുള്ള വരുമാനം മാത്രമാണ് ബൻസാലെ കുടുംബത്തിൻ്റെ അടിസ്ഥാനം. അന്ന് യോഗം പിരിഞ്ഞു പോകുമ്പോൾ നന്ദിപൂർവ്വം തീർത്ഥയുടെ അരികിലേക്ക് സ്ത്രീകളെത്തി. അവരുടെ കണ്ണുകളിൽ പ്രതീക്ഷയുടെ തിരുനാളം മിന്നിത്തിളങ്ങുന്നത് അവൾ കണ്ടു. അന്ന് നേരം പുലർന്നത് ഒരു വിചിത്രമായ വാർത്തയുമായിട്ടായിരുന്നു. അരൂപിൻ്റെ 2 ലഹരിമരുന്ന ശാലകൾ ആരോ തീവെച്ച് നശിപ്പിച്ചിരിക്കുന്നു. അധികാരിയുടെ വ്യാപാരശാലയുടെ കാവൽക്കാരൻ കൗശിക്കാണ് ഇരുട്ടിൻ്റെ മറവിലൂടെ നീളം കുപ്പായം ധരിച്ചെത്തിയ ഒരു മുഖം മൂടിക്കാരനെ കണ്ടതായി അയാൾ പറഞ്ഞു. അവൻ്റെ കൈകളിൽ വലിയൊരു പന്തവുമുണ്ടായിരുന്നു. മുഖം മൂടിക്കിടയിലൂടെ കണ്ട ആ ചുവന്ന കണ്ണുകൾ തന്നെ ഭയപ്പെടുത്തിയതായി അവൻ ആവർത്തിച്ച് പറഞ്ഞിട്ടും അരൂപ് അതിന് വേണ്ടത്ര പരിഗണന നൽകിയില്ല. അയാളുടെ മനസ്സിൽ ലക്ഷങ്ങളുടെ നഷ്ടക്കണക്കുകൾ മാത്രമായിരുന്നു. കുറേ നാളുകൾക്ക് മുമ്പായിരുന്നു എങ്കിൽ ചേതനെ സംശയിക്കാമായിരുന്നു. ഇപ്പോൾ അങ്ങനെ സംശയിക്കാനും തരമില്ല. കൗശിക്കിൻ്റെ വിവരണങ്ങളിൽ അഭ്യാസിയായ ഒരു ആണിൻ്റെ ബുദ്ധിയും ശക്തിയും ആവാനാണ് സാധ്യത. പക്ഷേ ആര്? അരൂപിൻ്റെ ചിന്ത ആ വഴിക്കായിരുന്നു. പട്ടണത്തിൽ തൻ്റെ സുഹൃത്തുക്കളുടെ കൂട്ടത്തിൽ പോലീസ് ഉദ്യോഗസ്ഥരും രാഷ്ട്രീയ പ്രമുഖന്മാരും വരെയുണ്ട്. നാടിനെ ഉദ്ധരിക്കുവാൻ ബൻസാലെ കുടുംബം നടത്തിയ ശ്രമങ്ങളെ ഞൊടിയുടെ പറിച്ചെറിയാൻ തനിക്കായത് തന്നെ അതുകൊണ്ടാണ്. എന്നാൽ ദിവസം കഴിയുന്തോറും പ്രായത്തിൻ്റെ ആവശ്യതകൾ ശരീരത്തെ വ്രണപ്പെടുത്തുകയാണ്. ഹർഷനെയാണ് തൻ്റെ ചുമതലകൾ ചെയ്യുവാൻ അരൂപ് കണ്ടെത്തിയത്. അയാളുടെ ആദ്യ ഭാര്യയിലെ ഇളയ മകനാണവൻ. വിദ്യാഭ്യാസം വളരെ കുറവാണെങ്കിലും അവൻ്റെ സാമർത്ഥ്യപരമായ പ്രവൃത്തികൾ അയാളിൽ മതിപ്പുളവാക്കിയിട്ടുണ്ട്. അരൂപിൻ്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായാണ് ഹർഷൻ പൊതുജനത്തിനിടയിൽ അറിയപ്പെടുന്നത് തന്നെ. അരൂപിൻ്റെ മനസ്സിൽ അപ്പോഴും ഒരു ഭയം ബലപ്പെട്ടു. പുതിയ ഒരു എതിരാളി. അതാരാണ്? ഹർഷൻ അത് മനസ്സിലാക്കിയിട്ട് എന്നവണ്ണം അച്ഛനെ സമാധാനിപ്പിച്ചു. അച്ഛനെന്തിനാ ഇങ്ങനെ ഭയപ്പെടുന്നേ? ഞാനില്ലേ എന്തിനും കൂടെ. അതല്ല മോനെ, നമ്മളെ ഭയപ്പെട്ട് ജീവിക്കുന്നവരാണ് ഈ ഗ്രാമത്തിലെ ജനങ്ങളെല്ലാം തന്നെ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ അടിമകൾ.
പിന്നെ ഇവിടെ നിന്നുള്ള ഒരേയൊരു എതിരാളി തീർത്തയാണ്. എൻ്റെ സംശയം എല്ലാം ചെന്ന് നിൽക്കുന്നത് അവളിലാണ്. ഹർഷൻ പരിസരം മറന്ന് ഉറക്കെ ചിരിച്ചു. അയാളുടെ ചിരിയുടെ മുഴക്കത്തിൽ ബംഗ്ലാവിലെ വേലക്കാർ വാതിൽ മറവിൽ വന്ന് എത്തി നോക്കി. ഭയം കൊണ്ട് അച്ഛൻ എന്തൊക്കെയാണ് ഈ പറയുന്നത്? തീർത്ത ഒരു പെണ്ണാണ്, അതും ദുർബലയായവൾ. അവളാണോ ഒരാണിനെ പോലെ ഇരുട്ടിൻ്റെ മറവിൽ വന്ന് നമ്മുടെ മദ്യശാലയ്ക്ക് തീയിട്ടത്? പിന്നെ പിന്നെ ആരാണത്? അരൂപിൻ്റെ സ്വരത്തിൽ ഭയം കലർന്നിരുന്നു. അച്ഛനെങ്ങനെ ധൃതി കൂട്ടാതെ, നമുക്ക് അവനെ കണ്ടുപിടിക്കാം. ഒരു കാര്യം ഞാൻ എന്തായാലും വാക്കുതരാം. ഈ ഗ്രാമവും ഇവിടുത്തെ മനുഷ്യരും എല്ലാം നമുക്കെന്നും അടിമകളായിരിക്കും. അതിനി ഒരു മാറ്റവുമില്ല. ഹർഷന്റെ ശബ്ദം ഉയർന്നു. അതിൻ്റെ പ്രതിധ്വനിയും ബംഗ്ലാവിൽ മുഴങ്ങിക്കേട്ടു. അരൂപിന് തൻ്റെ മകനെയോർത്ത് അഭിമാനം തോന്നി. തനിക്ക് ശേഷം ഈ ഗ്രാമം ഭരിക്കേണ്ടത് അവനാണ്. ഹർഷൻ ആ എതിരാളിയെ കണ്ടുപിടിച്ചിരിക്കും. അരൂപ് തൻ്റെ പിതാവിൻ്റെ ചിത്രത്തിലേക്ക് കണ്ണയച്ചുകൊണ്ട് അഭിമാനത്തോടെ നിന്നു. ഗ്രാമത്തിലെ ആളുകൾക്കിടയിൽ അതൊരു പുതുമയുള്ള വാർത്തയായിരുന്നു. അധികാരിയെ വെല്ലുവിളിച്ച ആ യുവാവിനെ ചിലരെങ്കിലും ഉള്ളാലെ അഭിനന്ദിച്ചു. രാത്രി ഏറെയായിട്ടും തീർത്ഥയ്ക്ക് ഉറക്കം വന്നില്ല. പുതിയതായി ഉണ്ടാക്കുവാൻ പോകുന്ന പലഹാര നിർമ്മാണ യൂണിറ്റിനെ പറ്റിയായിരുന്നു അവളുടെ ചിന്ത. ബൻസാലെ കുടുംബത്തിൻ്റെ ബംഗ്ലാവിൽ ആവശ്യത്തിലധികം സ്ഥല സൗകര്യമുണ്ട്. പക്ഷേ പണം അതൊരു പ്രശ്നം തന്നെയാണ്. പുറകിൽ ആരുടെയോ കാൽപെരുമാറ്റം കേട്ട് തീർത്ത തിരിഞ്ഞു നോക്കി. കൗസല്യാദേവിയാണ്. തീർത്ത അമ്മയോ ഒന്ന് നോക്കി. കണ്ണുനീർ മായാത്ത ആ മുഖം ഇടയ്ക്കെപ്പോഴൊക്കെയോ തന്നെ നൊമ്പരപ്പെടുത്തിയിരുന്നു. രത്തംപൂറിലെ ഏറ്റവും വലിയ ധനികനായിരുന്നു കൗസല്യാദേവിയുടെ പിതാവ്. നന്നേ ചെറുപ്പത്തിലെ മാതാവ് നഷ്ടമായ ആ പെൺകുട്ടിയെ വളർത്തിയത് മുത്തശ്ശിയായിരുന്നു. നീളമുള്ള മുടി അഴിച്ചിട്ട് പട്ടുചാല ചുറ്റി കൗസല്യ നടന്നു വരുമ്പോൾ കാൽ തൊട്ട് വന്നിക്കുമായിരുന്നു ഗ്രാമത്തിലുള്ളവർ. സ്വഭാവ ഗുണം കൊണ്ടും സൗന്ദര്യം കൊണ്ടും കൗസല്യയ്ക്ക് തുല്യമായി രത്തംപൂറിൽ അക്കാലത്ത് പകരക്കാരുണ്ടായിരുന്നില്ല. ചേതനുമായുള്ള വിവാഹശേഷമായിരുന്നു അച്ഛൻ്റെ മരണം. വ്യാപാരം തകർന്ന് വളരെ ദുരിതപൂർണമായിരുന്നു അദ്ദേഹത്തിൻ്റെ അവസാന നാളുകൾ. മുത്തശ്ശിയുടെ മരണവും പെട്ടെന്നായിരുന്നു. വിശേഷിച്ച് ബന്ധുക്കളൊന്നും തന്നെ ഇല്ലാതിരുന്നതിനാൽ കൗസല്യാദേവി ബൻസാലെ കുടുംബത്തിൽ പലപ്പോഴും ഒറ്റപ്പെട്ടിരുന്നു. ചേതൻ സ്നേഹമുള്ള ഭർത്താവായിരുന്നു എങ്കിലും അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കന്മാരുടെ യാഥാസ്ഥിതിക സ്വഭാവം കൗസല്യയെ വളരെയധികം തളർത്തിയിരുന്നു. ആദ്യത്തെ കുട്ടിയെ ഗർഭം ധരിക്കുന്നത് 16-ാം വയസ്സിലായിരുന്നു. എന്നാൽ 3-ാം മാസത്തിൽ ഗർഭം അലസിപ്പോയത് ഭാഗ്യക്കേടായി ബൻസാലെ കുടുംബം വിധിയെഴുതി. പിന്നീട് വളരെ വർഷങ്ങൾക്ക് ശേഷമാണ് തീർത്ത സരസ്വതിയുടെ ജനനം. അവളെക്കുറിച്ചുള്ള സ്വപ്നങ്ങളായിരുന്നു കൗസല്യാദേവിയുടെ നിദ്രകൾക്ക് ജീവൻ പകർന്നത്. പക്ഷേ ഇന്നവൾ വല്ലാത്ത ദുഃഖിതയാണ്. തീർത്ഥയോടുകൂടി അവസാനിക്കേണ്ടി വരുന്നത് ബൻസാലെ കുടുംബത്തിൻ്റെ തലമുറയാണ്. എല്ലാം പെൺകുട്ടികൾ പോലെ ആയിരുന്നു തീർത്ത എങ്കിൽ എന്ന് പലപ്പോഴായി ചിന്തിച്ചിരുന്നു. വയസ്സറിയിക്കുന്നതിന് മുമ്പേ തന്നെ പക്വമതിയായി പെരുമാറാനും തൻ്റേതായ കാഴ്ചപ്പാടുകൾ രൂപീകരിക്കാനും അവൾ ശ്രമിച്ചു. കുപ്പിവള കിലുക്കങ്ങൾക്കിടയിൽ കളി പറഞ്ഞ് ചിരിച്ചു നടക്കാറുള്ള ഒരു കൗമാരം അവൾക്കുണ്ടായിരുന്നില്ല എന്നത് കൗസല്യയുടെ സ്വകാര്യ ദുഃഖങ്ങളിൽ ഒന്നായിരുന്നു. അമ്മേ, കൗസല്യാദേവി ഓർമ്മകളിൽ നിന്നും ഞെട്ടി ഉണർന്നു. ഇപ്പോൾ തൻ്റെ ഓർമ്മകൾക്കൊപ്പം സഞ്ചരിക്കുവാനാണ് അവർ ഇഷ്ടപ്പെടുന്നത്. എന്താ മോളെ, ഉറങ്ങാറായില്ലേ നിനക്ക്? കൗസല്യ സന്ദേഹത്തോടെ ചോദിച്ചു. ഉറക്കം വരുന്നില്ല അമ്മേ. അതെന്തേ? ഇങ്ങ് വരൂ, അമ്മ നോക്കട്ടെ. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? കൗസല്യ മകളുടെ നെറ്റിമേൽ കൈത്തലം ചേർത്തുകൊണ്ട് ചോദിച്ചു. ഓരോ ദിവസവും ഓരോ ടെൻഷനുകളാണമ്മേ. അമ്മ കാണുന്നതല്ലേ, ശരിക്കൊന്നും ഉറങ്ങാൻ പോലും പറ്റുന്നില്ല. എനിക്കറിയാം മോളെ, നീ വിഷമിക്കേണ്ട. നിന്റെ വിവാഹത്തിനായി ഞാൻ കുറച്ച് പണവും പണ്ടങ്ങളും മാറ്റി വെച്ചിരുന്നു. ഒന്നാലോചിച്ചാൽ ഇനി അതൊക്കെ എന്തിനാ? നാളെ തന്നെ നിന്റെ ആവശ്യത്തിനുള്ളത് എടുത്തോളൂ. നല്ലൊരു കാര്യത്തിനായില്ലേ? നിനക്കത് ഇങ്ങനെയെങ്കിലും ഉപകാരപ്പെടട്ടെ. തീർത്ത അമ്മയുടെ കൈകളിൽ മുറുകെ പിടിച്ചു. അമ്മയ്ക്ക് നല്ല വിഷമമുണ്ട് ഇല്ലേ? സാരമില്ല, നിനക്ക് സന്തോഷമായില്ലേ? പുറത്ത് നല്ല മഞ്ഞുണ്ട്, വന്ന് കിടക്കാൻ നോക്കൂട്ടി. കൗസല്യാദേവി തിരിഞ്ഞു നടന്നു. അവരുടെ കണ്ണുകളിൽ ഈറൻ പൊടിഞ്ഞിരുന്നു. തീർത്ഥയുടെ പിടിവാശിക്ക് മുമ്പിൽ തൻ്റെ കണ്ണീരിന് ജയിക്കാൻ കഴിയില്ലെന്ന് എന്നും അവർക്ക് ബോധ്യമായിരുന്നു. തീർത്ഥയുടെ ചിന്ത മറിച്ചായിരുന്നു. അമ്മയുടെ നൊമ്പരങ്ങളെ ബോധപൂർവ്വം മറക്കാൻ ശ്രമിച്ചിട്ടും ആ കണ്ണുകളെ അവഗണിക്കാനാവുന്നില്ല. ഒരിക്കൽ തുടങ്ങിവെച്ച പ്രവർത്തനങ്ങൾക്ക് ഒരു പൂർണ്ണതയുണ്ടാവണമെങ്കിൽ അമ്മയുടെ തീരുമാനങ്ങൾക്ക് നേരെ മുഖം തിരിക്കുകയേ മാർഗമുള്ളൂ. മോഹങ്ങളുടെ വെള്ളി വെളിച്ചം എല്ലാവരിലും ഉണ്ടാവാം. എന്നാൽ അതിനു പുറകെ പാഞ്ഞു നടക്കാൻ തനിക്കൊരിക്കലും ആവില്ല. തൻ്റെ ശ്വാസമായിരുന്നു നിരഞ്ജൻ. എല്ലാ പ്രതീക്ഷകളും അറ്റുനിന്നപ്പോഴും ഒരഭയത്തിനായി എന്നും അവൻ്റെ അരികിലേക്ക് ഓടിയെത്തിയിട്ടുണ്ട്. ഒരു സൗഹൃദത്തിൻ്റെ അപ്പുറത്തേക്ക് ആ പ്രണയം വളർന്നുവെങ്കിലും മനഃപൂർവ്വം അതിനെ എല്ലാം അവഗണിച്ചു. ഒരിക്കലും ഒന്നാവാൻ കഴിയില്ലെന്ന സത്യം ഹൃദയത്തിലേക്ക് തറയ്ക്കുമ്പോഴും വേദനയെ കടിച്ചമർത്തി ഓർമ്മകളെ അവഗണിക്കുവാൻ താൻ പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഗ്രാമത്തിൽ ഒരു വിചാരണ നടക്കുകയാണ്. അധികാരികൾ ആരുടെയോ ഭാര്യയുടെ വില കൂടിയ നെക്ലസ് കളവ് പോയിരിക്കുന്നു. സംശയാസ്പദമായി അവിടുത്തെ വേലക്കാരനെ പിടികൂടി ചോദ്യം ചെയ്തു. എങ്കിലും മാലയുടെ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടായില്ല. അരൂപ് പട്ടണത്തിൽ നിന്ന് പോലീസിൻ്റെ സഹായം തേടി. ഗ്രാമത്തിൻ്റെ വിലക്കുകളിൽ പുറം നാട്ടുകാരുടെ സാന്നിധ്യം പാടില്ല എന്ന് അറിയാമെങ്കിലും അധികാരികളുടെ തീരുമാനത്തിന് മുമ്പിൽ ഗ്രാമം മൗനം പാലിച്ചു. കുറച്ചു സമയത്തിന് ശേഷം ഒരു പോലീസ് ജീപ്പിൽ കുറെ പോലീസുകാർ അവിടെ എത്തി. മോഷണശ്രമം നടന്നു എന്ന് കരുതുന്ന വികാസിൻ്റെ ബംഗ്ലാവിലും പരിസരത്തുമായി ആളുകൾ തിരച്ചിൽ നടത്തി.
ലക്ഷങ്ങൾ വിലമതിക്കുന്ന ആ നെക്ലസ് എവിടെ പോയി എന്നത് പോലീസുകാരെയും വല്ലാതെ കുഴക്കി. കുറച്ച് ദിവസത്തിനിടയിൽ അന്വേഷണത്തിനൊടുവിൽ നെക്ലസ് തിരിച്ചു കിട്ടിയെന്ന വാർത്ത ഗ്രാമത്തിൽ പരന്നു. അധികാരികൾക്കിടയിൽ ഉണ്ടായിരുന്ന കൊടുക്കൽ വാങ്ങലുകൾക്കിടയിലെ അവിശുദ്ധ ബന്ധങ്ങളെ പൊടിത്തട്ടിയെടുത്തു എന്നതായിരുന്നു ആ നെക്ലസ് മോഷണത്തിന് പിന്നിലെ പരമമായ രഹസ്യവും. ഗൗതമിൻ്റെ ഫോൺ കോൾ വന്നപ്പോൾ തീർത്ഥയ്ക്ക് അത്ഭുതം തോന്നി. ആരോടും പറയാതെയായിരുന്നു പട്ടണത്തിലേക്കുള്ള അവൻ്റെ യാത്ര. യോഗേശ്വറിൻ്റെ മരണം ഗൗതമിനെ മാനസികമായി തളർത്തിയിരുന്നു. പലതവണ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടും അതിന് കഴിയാതെ പോയിരുന്നു. പല്ലവിയുടെ കണ്ണീരിന് മുമ്പിൽ ഗൗതമിനെ ശപിക്കാൻ തോന്നിയിരുന്നു. എന്നാൽ അവനെ ശപിച്ചു തള്ളാൻ കഴിയില്ല. പല്ലവിക്ക് ഇപ്പോൾ ഇത് 3-ാം മാസമാണ്. എത്ര നാൾ ആ സത്യം മൂടിവയ്ക്കാൻ സാധിക്കും? സ്വാഭിമാന കൊലകൾ ഒരുപാടുണ്ടായിട്ടുണ്ട് രത്തംപൂറിൻ്റെ മണ്ണിൽ. ഇനിയും ഒന്നുകൂടെ. തീർത്ഥയുടെ മനസ്സ് അസ്വസ്ഥമായി. പല്ലവിയുടെ അച്ഛനുമായി ആലോചിച്ച് എന്തെങ്കിലും തീരുമാനം എടുത്തേ മതിയാവൂ. ഈ വാർത്ത ഗ്രാമത്തിലുള്ളവർ അറിഞ്ഞാൽ ഉണ്ടായേക്കാവുന്ന ദുരന്തങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ പോലും തീർത്ഥ ഭയന്നു. ഗൗതം രണ്ടാമതും വിളിച്ചു. അതൊരു അപേക്ഷയായിരുന്നു. പട്ടണത്തിൽ ഒരു ജോലിക്കായി ശ്രമിക്കുന്നതിനിടയിൽ ആരുടെയോ ചതിയിൽപ്പെട്ട് ജയിലിൽ കഴിയുകയായിരുന്നു അവൻ. ഇപ്പോൾ ഡൽഹിയിൽ ഒരു സുഹൃത്തിനൊപ്പം താമസിക്കുകയാണ്. ഒരു ജോലി ശരിയായി വരുന്നതുവരെ അവന് അവിടെ നിന്നേ പറ്റൂ. പല്ലവിയുടെ ചുമതല അവൻ തീർത്ഥയെ ഏൽപ്പിച്ചു. അവൾക്കൊരു പോറൽ പോലും ഏൽക്കാതെ ഗൗതമിനെ തിരികെ ഏൽപ്പിക്കണം. പക്ഷേ ഇതൊക്കെ എങ്ങനെ സാധ്യമാകും എന്നതായിരുന്നു തീർത്ഥയുടെ ചിന്ത. പണം കൊടുത്ത് എന്തിനേയും വരുതിയിലാക്കുന്ന അധികാരി വർഗം ഒരു ഭാഗത്ത്, പണത്തിൻ്റെ മഞ്ഞളിപ്പിൽ എന്തിനേയും ഒറ്റിക്കൊടുക്കുന്ന ഗ്രാമവാസികൾ മറ്റൊരു ഭാഗത്ത്. അവളുടെ മനസ്സ് അസ്വസ്ഥമായി. പല്ലവിയെ പട്ടണത്തിൽ എവിടെയെങ്കിലും നിർത്തുക അസാധ്യമാണ്. കൗശിക്കുമായി വിവാഹം ഉറപ്പിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ പല്ലവിയുടെ കുടുംബത്തിനും ഒരു അനുകൂല നിലപാട് ഉണ്ടാവില്ല. ചേതനോട് ആലോചിച്ച് പല്ലവിയെ ബൻസാലി കുടുംബത്തിൽ ഒളിപ്പിച്ച് താമസിപ്പിക്കുവാൻ തീർത്ഥ തീരുമാനിച്ചു. അങ്ങനെ ഒരു ദിവസം രാത്രി നാഥുവിനൊപ്പം പല്ലവി ബൻസാലി ബംഗ്ലാവിലെത്തി. കൗസല്യാദേവിക്കായിരുന്നു അതിൽ സന്തോഷം ഏറെയും. തീർത്ഥയുടെ ഫോണിലെത്താറുള്ള ഗൗതൻ്റെ ഫോൺ കോളുകൾ പല്ലവിക്കിപ്പോൾ ആശ്വാസം പകരാറുണ്ട്. എന്നാൽ പല്ലവിയുടെ പെട്ടെന്നുള്ള ഒളിച്ചോട്ടം ഗ്രാമത്തിലുള്ളവരെ നടുക്കി. വിവാഹത്തിന് ഇനിയും 3 ദിവസം മാത്രം. കൗശിക്കിന് എല്ലാം അറിയാമായിരുന്നു. എങ്കിലും അവൻ മൗനം പാലിച്ചു. ഗൗതമും പല്ലവിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് അവൻ നേരത്തെ അറിഞ്ഞിരുന്നുവെങ്കിലും പല്ലവിയുടെ ഒളിച്ചോട്ടത്തിൽ അത് കലാശിക്കുമെന്ന് അവൻ ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല. അരൂപിനോടൊപ്പം നിന്ന് പല തെറ്റുകളും ചെയ്തിട്ടുണ്ടെങ്കിലും അയാളിൽ നിന്ന് പല്ലവിയെ മറച്ചു പിടിക്കാൻ ഒരു ശ്രമം എന്നും അവനിലുണ്ടായിരുന്നു. ഗ്രാമത്തിലെ പലഹാര നിർമ്മാണ യൂണിറ്റിൻ്റെ പ്രവർത്തനങ്ങളിൽ എല്ലാം തീർത്ഥ സരസ്വതി മുൻപന്തിയിൽ തന്നെ നിന്നു. ഗ്രാമത്തിലെ പാവപ്പെട്ട നിരവധി കുട്ടികൾ ഇന്ന് ബൻസാലെ കുടുംബത്തിൽ പഠിക്കാനെത്താറുണ്ട്. സംസ്കൃതവും ഭഗവത്ഗീതയും പുരാണ കഥകളും കൗസല്യാദേവി ഭക്തിപൂർവ്വം കുട്ടികളെ പഠിപ്പിച്ചു. വാതിലിന് മറവിൽ നിന്നുകൊണ്ട് പല്ലവിയും അതെല്ലാം കേട്ട് പഠിക്കുന്നുണ്ടായിരുന്നു. ഓരോ ദിവസവും വലിപ്പം വെച്ച് വരുന്ന തൻ്റെ ഉദരത്തിൽ നോക്കിൽ അവൾ പുഞ്ചിരിക്കും. കാമുകനിൽ നിന്നും ഭർത്താവിലേക്കുള്ള ഗൗതമിൻ്റെ മാറ്റത്തെക്കുറിച്ചോർത്ത് അവൾ അഭിമാനിച്ചു. നന്മ നിറഞ്ഞ ഒരു മനസ്സുണ്ടെങ്കിൽ മാത്രമേ പ്രണയം സത്യമാവുകയുള്ളൂ. താനൊരു കീഴാളവർഗ സമുദായത്തിലെ അംഗമായിട്ടുകൂടി ഗൗതം തന്നെ സ്നേഹിക്കുകയായിരുന്നു. ആ സ്നേഹം പരസ്പരം ഒന്നാക്കിയപ്പോൾ അതൊരു തെറ്റായിപ്പോയി എന്ന് അറിയാതെയാണെങ്കിലും സന്ദേഹപ്പെട്ടിരുന്നു. എന്നാൽ ഉപേക്ഷിച്ചു പോകാതെ കൂടെ നിർത്തിയത് ആ വലിയ മനസ്സിൻ്റെ വിശാലത തന്നെയാണ്. അവൾ തൻ്റെ ഉദരത്തിലേക്ക് കൈവച്ചു. ഇപ്പോൾ അവൻ കുറുമ്പു കാട്ടാൻ തുടങ്ങിയിരിക്കുന്നു. കുറച്ചു മാസങ്ങൾ കഴിഞ്ഞാൽ അവൻ പുറത്തു വരും. അപ്പോഴേക്കും അവൻ്റെ അച്ഛൻ പട്ടണത്തിൽ നിന്നും തങ്ങളെ കൂട്ടിക്കൊണ്ടു പോകാനെത്തും. പുറം ലോകത്തെ ജനാലക്കരികിൽ നിന്ന് മാത്രമേ വീക്ഷിക്കാനാവൂ. എങ്കിലും അവൾ സംതൃപ്തയായിരുന്നു. തൻ്റെ കുഞ്ഞിൻ്റെ വളർച്ചയ്ക്കൊപ്പം സ്വപ്നം കാണുവാനും അവൾ തുടങ്ങി. കഥ തുടരും.